ഓവർ ടു സോമൻ ചേട്ടൻ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ പ്രത്യേകത ദിവസമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, അതായത് നാളെ കർക്കിടക മാസം 1 രാമായണ മാസാചരണ വാരം. അതിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു ഒരുക്കങ്ങൾ മിക്കവാറും എല്ലാവരും ഒക്കെ നടത്തി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്തായാലും നടത്തിയിട്ടുണ്ട്. ഭാരതീയ സംസ്കൃതിയുടെ ഭാഗമാണത്. നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് കുറേശ്ശെയായിട്ട് ഞാനത് പറഞ്ഞോളാം. അപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളെടുത്ത ബുധനാഴ്ച എടുത്ത പ്രൊഡക്റ്റുകൾ പ്രോബയോട്ടിക്, അലോപ്രോസ്റ്റ, ഗ്ലൂക്കോസാമിൻ, രമ്യവാടി ആൻഡ് അലോമുക്ത. അത് കഴിഞ്ഞു. ഇന്നത്തെ ഈ പ്രോഗ്രാം ഇതിലേക്ക് പ്രവേശിച്ചിട്ടുള്ള എല്ലാ അസോസിയേറ്റ്സ്, ഗസ്റ്റുകള്, അതിലുപരി ലീഡേഴ്സ്, വിനോദ് സാറ്, എല്ലാവർക്കും ഹൃദയാദരപൂർവ്വമുള്ള സ്വാഗതം ഞാൻ ആശംസിക്കുന്നു. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ സീസണൽ പ്രൊഡക്റ്റ് ആണ്. സീസണൽ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോ മഴക്കാലം, ധാരാളം രോഗങ്ങൾ, പകർച്ചവ്യാധികള്, അതുമായി ബന്ധപ്പെട്ട അനുബന്ധ രോഗങ്ങള്, ആ രോഗങ്ങൾ കൂടി അതുവഴി ചില മരണങ്ങൾ, ചില എന്നല്ല കുറച്ചധികം, ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്ന കാലഘട്ടമാണത്. പ്രത്യേകിച്ച് പ്രായാധിക്യത്തിലുള്ളവർ. കാരണം അവർക്കത് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇന്ന് ഈ സീസണൽ പ്രൊഡക്റ്റ് എടുക്കാനായിട്ടുള്ള ഒരു പ്ലാൻ മനസ്സിലേക്ക് കടന്നു വന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകൾ നിങ്ങളുടെ എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ട് കേൾക്കാനായി. ഓക്കെ, എന്നെ സംബന്ധിച്ച് ഇന്ന് 61ാമത്തെ ദിവസമാണ് IMC-യിലേക്ക് കടന്നു വന്നിട്ട്. അപ്പൊ ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രൊഡക്റ്റുകളൊക്കെ അതിനൊരു അടിത്തറ തന്നെയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിച്ച് എനിക്കുണ്ടായ അനുഭവങ്ങളാണ് ഞാൻ എൻ്റെ സഹപ്രവർത്തകരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അതല്ലാതെ എന്ന് വെച്ചാൽ അതിന്റെ ആ റിയാലിറ്റിയാണ് ഞാൻ കാണുന്നത്. മിക്കവാറും അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും എല്ലാവരും. അപ്പൊ ഈ IMC-യുടെ പ്രൊപ്പറേറ്ററി മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ചപ്പാട്, IMC-ക്ക് ഒരു പ്രത്യേക സീക്രട്ട് തന്നെയുണ്ട്. ആദ്യം സീക്രട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. എന്താണ് സീക്രട്ട് എന്ന് പറഞ്ഞാൽ, ആയുർവേദത്തിലെ ഓരോ ഔഷധത്തിന്, അതായത് ഹെർബുകൾക്ക്, ഓരോ രോഗത്തിനെ മാറ്റാനുള്ള കഴിവുകൾ അങ്ങനെ കൂടുതലായിട്ടില്ല. വളരെ ചെറിയ ഐറ്റംസിന് മാത്രമേ അങ്ങനെയുള്ള കഴിവുള്ളൂ. പക്ഷെ പല ആയുർവേദ ഹെർബുകൾ കൂടുമ്പോൾ പല മാറാരോഗങ്ങളും, മരുന്ന് കഴിച്ച് മാറാത്ത പല രോഗങ്ങളും മാറ്റാനുള്ള കഴിവുണ്ട്. ആ കൂട്ട്, ആ ചേരുവ ആരുടെ കയ്യിലുണ്ട്? IMC-യുടെ കയ്യിലുണ്ട്. അതാണ് ആ സീക്രട്ട് എന്ന് പറഞ്ഞ സംഭവം. ആ സീക്രട്ട് എന്ന് പറഞ്ഞാൽ അത് പേറ്റന്റഡ് ആണ്. അത് മറ്റൊരു കമ്പനിക്ക് ഉണ്ടാവില്ല. ഞാനിത് പറയാൻ കാര്യം, ഈ 61 ദിവസത്തിനുള്ളിൽ ഈ പ്രോഗ്രാം കേട്ടിട്ട് ധാരാളം പേര് എന്നെ വിളിക്കുന്നുണ്ട്. പല അസുഖങ്ങളും മാറി, മുമ്പത്തെ പോലെയല്ല, ഇപ്പൊ നല്ല ഉണർവാണ്, ഉഷാറാണ് കാര്യങ്ങളൊക്കെ. എന്താണ്? ഈ സീക്രട്ടാണ്. അപ്പൊ ഇവിടെ ഈ ആശയത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഇന്നത്തെ പുതിയ ആൾക്കാരോട് എനിക്ക് പറയാനുള്ള ഒരു വാക്കുണ്ട്. ഞാൻ കഴിഞ്ഞ 25 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, എന്റെ പ്രായോഗിക ജീവിത നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോണത്. 25 വർഷമായിട്ട് എന്റെ വീട്ടിൽ ചീര നടാറുണ്ട്. 6 മാസം ഉണ്ടാവും ചീര.
നടക്കണ വഴി മാത്രം, ബാക്കി മുഴുവനും ചീര. റെഡ് കളറായിരിക്കും. വീട്ടിൽ വന്നിട്ടുള്ളവർക്ക് അറിയാം. ഈ ചീര ബാക്കി കഴിഞ്ഞ ഒരു സംഭവം ഉണ്ട്, അത് അവിടുന്ന് പറിച്ചു നടണം. പറിച്ചു നട്ടില്ല, വളരൂല. പ്രിയപ്പെട്ടവരെ, പുതിയ അതിഥികളെ, നിങ്ങൾ ഈ ബിസിനസ് അവസരത്തിലൂടെ കടന്ന് മുന്നേറി വിജയിക്കണമെങ്കിൽ നിങ്ങളെ എന്ത് ചെയ്യണം? ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് പറഞ്ഞാവോ? നിങ്ങൾ എന്ത് ചെയ്യണം? പറിച്ചു നടാൻ തയ്യാറാണ്. പറിച്ചു നടണം. പറിച്ചു നട്ടാൽ നിങ്ങൾ അത്ഭുതപൂർണമായ രീതിയിൽ വളരും, ഉയരും. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറും. അപ്പൊ ഇന്നത്തെ ഈ 1 മണിക്കൂർ നേരത്തേക്ക് മറ്റുള്ള വിഷയങ്ങളെല്ലാം മാറി, മറ്റെല്ലാ വിഷയത്തിൽ നിന്നും മാറി ഈ 1 മണിക്കൂറിലേക്ക് പറിച്ചു നടാനായിട്ട് അപേക്ഷിച്ചുണ്ട്. അത് നാളെ മുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഈ കർക്കിടകം 1 മുതൽ അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിന്റെ അത്യുന്നതങ്ങളിലേക്ക് എത്താൻ ഈ പ്രകൃതി, ഈ ആയുർവേദം, ഈ IMC അതിന്റെ ഉൽപ്പന്നങ്ങൾ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഒരു വാണിംഗ് ഉണ്ട്, സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് പറഞ്ഞ്. പണ്ട് കാലത്ത് കണ്ട്, ഇപ്പൊ ഉണ്ടോന്ന് അറിയില്ല. കണ്ടത് മറന്നുപോകും, നിങ്ങൾ കേട്ടത് മറന്നുപോകും, കണ്ടത് ഓർക്കും, ചെയ്താ പഠിക്കും. പുതിയ ആളൊക്കെ ഉണ്ട്, ഒന്നുകൂടെ പറയാം. നിങ്ങൾ കേട്ടത് മറന്നുപോകും, കണ്ടാൽ അത് ഓർക്കും, ചെയ്താൽ അത് പഠിക്കും. ഞാൻ എന്തിനായി പറഞ്ഞത്? ബുക്ക് പേനയൊക്കെ എടുത്ത് എഴുതിയൊക്കെ എടുത്ത് ഇത് അനുഭവ തലത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പറയാൻ വേണ്ടി മാത്രമാണത്. മറ്റൊരു കാര്യം കൂടി, സ്കൂൾ കഴിഞ്ഞ് നമ്മുടെ കോളേജ് കഴിഞ്ഞു, അധ്യാപകന്മാരെല്ലാം പഠിപ്പിച്ച് പോയി കഴിഞ്ഞു. ഇനി ജീവിതത്തിൽ ഒരു അധ്യാപകനും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമോ? ഒരിക്കലും ഇല്ല. പക്ഷെ വരും. അത് IMCയിൽ വന്നിട്ടുള്ള നമ്മൾക്ക്, നമ്മുടെ വിനോദ് സാറിനെ പോലെയുള്ള PhD എടുത്തിട്ടുള്ള ഗുരു അധ്യാപകൻ, അതേപോലെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ മേഖലയിൽ അല്ലാതെ വേറെ ഒരു മേഖലയിലേക്കും കടന്നു വരില്ല. അപ്പൊ നിങ്ങളത് 2 കൈ നീട്ടി വാങ്ങും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി നമ്മൾ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ മുഖവര പറയാതെ ഒരിക്കലും അത് ആരംഭിക്കാൻ പറ്റില്ല. കാരണം ഈ 1 മണിക്കൂർ നമ്മുടെ ജീവിതത്തിന് അട്ടിമുടി മാറ്റും, എനിക്ക് ഉറപ്പുണ്ട്. ഇന്ന് നമ്മുടെ പ്രാരംഭ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഗിലോയ് പപ്പായ. നമുക്കറിയാം ഗിലോയ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചിറ്റമൃത്. പപ്പായ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ളതാണ്. ആ ഗിലോയും പപ്പായയും, ചിറ്റമൃതും പപ്പായയും ചേർന്ന് കഴിയുമ്പോൾ അതൊരു സീക്രട്ടാണത്. അത് കൃത്യ അനുപാതത്തിൽ ചേർന്ന് കഴിയുമ്പോൾ പല മാറാ രോഗങ്ങൾക്കും കാരണമാകുന്ന നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ, അത് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വളരെ അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ ബൂസ്റ്റ് ചെയ്യും. ഗിലോയുടെ എക്സ്ട്രാക്റ്റ് ആണ്. അതേപോലെ പപ്പായയുടെ എക്സ്ട്രാക്റ്റ് ഉണ്ട്, അലോവേര ഉണ്ട്. ഇത്രയുമാണ് ഇതിന്റെ ഇൻഗ്രീഡിയന്റ്. എണ്ണിയാൽ തീരാത്ത ഗുണങ്ങളാണ് ഇതിനുള്ളത്. ഇത് നമ്മുടെ സീസണലായിട്ട് ദിവസവും ഇത് പാർട്ട് ഓഫ് ദ ലൈഫാക്കി മാറ്റിയാൽ എന്താണ് റിസൾട്ട് എന്ന് ചോദിച്ചാൽ, സാധാരണ വരുന്ന പനി, ആ പനിക്ക് മരുന്ന് കഴിച്ചിട്ടത് മാറാതെ പിന്നെയും വന്ന് അത് എന്തായി മാറും? ഡെങ്കി പനിയിലേക്ക് പോകും. ചില ആളുകൾക്ക് അത് മലേറിയയിലേക്ക് പോകും. അങ്ങനെ പോകാതിരിക്കാൻ ഗിലോയ് പപ്പായ നമ്മളെ ഒരുപാട് സഹായിക്കും. കൂടാതെ ജലദോഷം, ചുമ, അലർജി, റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ്, ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങള്, നമ്മുടെ കണ്ണിന്റെ കാഴ്ച,
അതുകൂടാതെ ഡയബറ്റിക്, ഷുഗർ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ആശ്വാസം, ശ്വാസം മുട്ട്, ഇങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മാറും. അതാണ് ഈ ആയുർവേദ ഹെർബിനുള്ള പ്രത്യേകത. ഒരു അസുഖത്തിന് വേണ്ടി നമ്മൾ ഇതിനെ ഉപയോഗിച്ചാൽ അതുവഴി പല അസുഖങ്ങളും മാറിക്കിട്ടും. നമ്മൾ പോലും അറിയില്ല, ആയിരിക്കും ഇത് കഴിച്ചിട്ട് മാറണില്ലല്ലോ എന്ന്. പക്ഷെ കുറച്ചു ദിവസം കഴിയുമ്പോഴാണ് അറിയുന്നത്, എടോ ആ ചുമ എവിടെ പോയി, ആ പനി എവിടെ പോയി, നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇനി ഇതിന് ഒരെണ്ണം, ഒരു ടാബ്ലറ്റ് നമ്മൾ കഴിക്കാൻ വെറും 6 രൂപയെ വരുന്നുള്ളൂ ഒരെണ്ണത്തിന്. രാവിലെയും വൈകിട്ടും ഒരെണ്ണ കഴിക്കുക, പനി അങ്ങനെയൊക്കെ ഉള്ളവർക്ക്, അലർജിയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക്. ഇനി അടുത്ത പ്രൊഡക്റ്റ് ആണ് ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ചവനപ്രാഷ്. 3 ചവനപ്രാഷ് ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് പറയുമ്പോൾ ഇത് 3ഉം കൂടെ കോമൺ ആയിട്ടാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ട് കുറച്ച് ടോക്ക് ഉണ്ടാകും ഈ 3നും കൂടി വേണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടായിരിക്കും ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് വിശദീകരിക്കുന്നത്. അതായത് എൻവയറോൺമെന്റിലായി ഉണ്ടാകുന്ന പ്രോബ്ലംസ്, പരിസര മലിനീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രോബ്ലംസ് എല്ലാ കാലത്തും എല്ലാവരെയും ഒരുപോലെ ആയിരിക്കില്ല ബാധിക്കുന്നത്. പലരെയും പല രീതിയിലായിരിക്കും. അതെന്തിന്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ ഓരോരുത്തരുടെ പ്രതിരോധ ശക്തി വ്യത്യസ്തമാണ്. പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു കാര്യം പറയാം. ഇനി ഈ പ്രൊഡക്റ്റ് പറയുമ്പോൾ കുറച്ച് ഇന്നത്തെ ദിവസം പ്രതിരോധം കൂടുതൽ പറയും, ആ വാക്കുകൾ കൂടുതൽ ഉണ്ടാവും, ഇമ്മ്യൂണിറ്റി എന്നുണ്ട്. അപ്പൊ അതിനടിവരയിട്ട് മനസ്സിലാക്കാൻ ഒരു കാര്യം നമുക്ക് പഠിക്കാം. അതായത് ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം നടന്നു. പാകിസ്ഥാനെ സഹായിക്കാൻ ചൈന ഉണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തിന് പ്രതിരോധ സേനയും പ്രതിരോധ സാമഗ്രികളും ഉണ്ടായത് കൊണ്ട് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് നമ്മളുടെ ആ യുദ്ധം നമ്മൾ വിജയിച്ചു. നമ്മൾക്ക് പ്രതിരോധ സേന, പ്രതിരോധ ആ യന്ത്രങ്ങളൊക്കെ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? 2 ഭാഗത്തു നിന്നും വന്നിട്ടുള്ള യുദ്ധത്തിൽ നമ്മുടെ രാജ്യം ഇല്ലാണ്ടായി പോയന്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇനി ഇത് നമ്മളുമായിട്ടൊന്ന് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. നമ്മുടെ ശരീരത്തിന് പ്രതിരോധം ഇല്ലെങ്കിൽ എന്തു സംഭവിക്കും? മറ്റ് സാംക്രമിക രോഗങ്ങൾ, അണുക്കൾ, ബാക്ടീരിയ, വൈറസ് എല്ലാം നമ്മളിലേക്ക് പ്രവേശിക്കും. ശരിയല്ലേ? ഇനി പ്രതിരോധ സേനയെ കുറിച്ചൊന്ന് പറയാം. പ്രതിരോധ സാമഗ്രികള് കൈകാര്യം ചെയ്യുന്ന ആ പ്രതിരോധ സേനയ്ക്ക് അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ? ഒട്ടുമില്ല. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് വെക്കണം, റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് വെക്കണം. അവർ കൃത്യതയായിരിക്കണം, സമയം, പങ്ക്ച്വാലിറ്റി, ഡിസിപ്ലിൻ എല്ലാം പക്കയായിരിക്കണം. അപ്പൊ ആ പ്രതിരോധ സേനയ്ക്ക് സ്വാതന്ത്ര്യം ഇല്ല, പക്ഷെ രാജ്യത്തിന് സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾക്ക് പ്രതിരോധം കിട്ടണമെങ്കിൽ, ശരീരത്തിന് പ്രതിരോധ ശക്തി കിട്ടണമെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ചില ഡിസിപ്ലിൻ കൊണ്ടുവരണം. അപ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യം വരുന്നത്. ഇനി പ്രതിരോധ സേന ഇല്ലാത്ത രാഷ്ട്രം, ആ രാഷ്ട്രത്തിന് എന്ത് പേര് പറയും? അടിമ രാജ്യം എന്ന് പറയും. ആ രാജ്യത്തിന് ഏത് സമയത്തും ആരെങ്കിലും കയറി പിടിച്ചെടുക്കും. തന്നെയാണ് നമുക്ക് സംഭവിക്കുന്നത്. അപ്പോൾ പ്രതിരോധം നമുക്ക് ഉണ്ടാവാൻ ജീവിതകാലം മുഴുവനും അതിനുവേണ്ടി പ്രകൃതി തയ്യാറാക്കിയിട്ടുള്ള ഒരു ഹെൽത്ത് ടോണിക് ആണ് എന്ത് സാധനം? ചവനപ്രാഷ്. 5000 കൊല്ലങ്ങളോളം പഴക്കമുള്ള ഭാരതീയ സംസ്കൃതിയുടെ ഭാഗമാണിത്. ഇത് നമ്മുടെ പാർട്ട് ഓഫ് ദ ലൈഫ് ആക്കി മാറ്റുന്ന ഇത് വല്ലപ്പോഴും ചുമയോ പനി വരുമ്പോ കഴിക്കാനുള്ളതല്ല. ഇത് ദിവസവും കഴിക്കാനുള്ള സാധനമാണ്. ഹെൽത്ത് ടോണിക് ആണത്.
പ്രകൃതിയാണ് ഇതിനകത്ത് നിറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഇൻഗ്രീഡിയന്റിലേക്ക് കടക്കാം. എന്തൊക്കെയാണ്? അലോവേര, ഹിമാലയൻ ബെറി, ബ്രഹ്മി, അശ്വഗന്ധ, ശംഖുപുഷ്പം, ഭൂമി അംലകി, കിഴുകാനെല്ലി, അഡൂസ, ആടലോടകം, ഗോൾഡ് ഭസ്മ, സ്വർണത്തിന്റെ ഭസ്മം, സാഫ്രോൺ, കുങ്കുമപ്പൂവ്, ശതാവരി, പുസ്തക് എന്ന് പറഞ്ഞാൽ മുത്തങ്ങ, പുഷ്കർമൂൽ, യഷ്ടിമധു, ഹാൽദി, മഞ്ഞൾ. യഷ്ടിമധു എന്ന് പറഞ്ഞാൽ ഇരട്ടി മധുരം. ഒരുപാട് നിരവധി ചേരുവകളുണ്ട് ഇതിനകത്ത്. ഫുള്ളി ഹെർബലാണ് ഈ പ്രൊഡക്റ്റ്. ഇനി ഇതിന്റെ ബെനിഫിറ്റിലേക്ക് പ്രവേശിക്കാം. ഒറ്റ വാക്കി പറഞ്ഞാൽ വൈഗറാണ്, വൈറ്റലിറ്റി ആൻഡ് സ്റ്റാമിന. വൈഗർ, വൈറ്റലിറ്റി ആൻഡ് സ്റ്റാമിന, ഇതാണ് ഇതിന്റെ റിസൾട്ട്. എന്താണ് വൈഗർ എന്ന് പറഞ്ഞാൽ? ഓജസ് അല്ലെങ്കിൽ വീര്യം എന്ന് പറയും. വൈറ്റലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണർവ്. അവരെപ്പോഴും പുതുപുത്തനായിരിക്കും അവര്. സംസ്കൃതത്തിൽ പറഞ്ഞാൽ പുനർനവ. അവര് പുതിയതാണ്, പിന്നെയും പുതിയതാണ്, എപ്പോഴും പുതിയതാണ്. എവറി ഡേ, എവറി മൊമെന്റിൽ അവര് പുതുപുത്തനായിരിക്കും. മൂന്നാമത്തെ എന്താണ്? സ്റ്റാമിന. സ്റ്റാമിന എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉപയോഗിക്കാറുണ്ട് സ്റ്റാമിന. അതിന്റെ തനി മലയാളം പറഞ്ഞാൽ എന്തെല്ലാം വൈഷമ്യങ്ങൾ വന്നാലും, എന്തെല്ലാം എതിർ സാഹചര്യങ്ങൾ വന്നാലും അത് സഹിക്കാനുള്ള ശക്തി, കടന്ന് മുന്നേറാനുള്ള ശക്തി, ഇതെല്ലാം നമുക്ക് ഈ ഒരൊറ്റ പ്രൊഡക്റ്റ് വഴി നമുക്ക് ലഭ്യമാകും. സംസ്കൃതത്തിൽ ഇതിന് പറയുന്ന ഒറ്റ വാക്കുണ്ട്, അവ്യയൻ എന്ന് പറയും. എന്താണ് അവ്യയൻ എന്ന് പറഞ്ഞാൽ? ഇങ്ങനെ വളച്ചാ വളയൂല, സ്റ്റഡി ആയിരിക്കും. ഏത് കാര്യത്തിനും എന്തിനു മുന്നോട്ടിറങ്ങിയാലും വളയൂല. അവ്യയൻ, വ്യയമില്ലാത്തവൻ എന്ന് പറയും. ഓക്കെ, പിന്നീട് ഓരോ ചേരുവയും അതിന്റെ ഗുണങ്ങളിലേക്കും കിടക്കാം. അമ്ല അടങ്ങിയിട്ടുണ്ട് നെല്ലിക്ക. ആന്റി ഓക്സിഡന്റ് ആണ്, ആന്റി ഏജിങ് ആണ്, ഇമ്മ്യൂണിറ്റി പവർ ആൻഡ് വൈറ്റമിൻ സി. കിഴുകാനെല്ലി നമുക്കറിയാം അത് എന്തിനുള്ളതാണ്? നമ്മുടെ ലിവർ ശക്തമാക്കാനുള്ളതാണ്. ത്വക്ക് രോഗം വരാതിരിക്കും. ദഹനം നമ്പർ 1 ആയിരിക്കും. കൂവളം, കൂവളത്തിനെ കുറിച്ച് അറിയാത്തവരാരുമില്ല. അത് ദഹനമാണ്, ശക്തമായ ദഹനം നടത്തും. ഹാർട്ടിന് ഹെൽത്ത് ഉണ്ടാക്കും. ശരീരത്തിന്റെ ഇൻഫ്ലമേഷൻ ഒക്കെ മാറ്റിത്തരും, നീർക്കെട്ട് മാറ്റിത്തരും. വൈറസ് ബാധ, ബാക്ടീരിയൽ അങ്ങനെയുള്ള സാംക്രമിക രോഗാണുക്കൾ നമ്മളിലേക്ക് പ്രവേശിക്കില്ല. എയ്ഡ്സ് വന്നവന്റെ അടുത്തും, നമ്മുടെ കോവിഡ് വന്നവരുടെ അടുത്തും, ചിക്കൻ പോക്സ് വന്നവരടുത്തും എവിടെ വേണമെങ്കിലും പോകാം, ഒന്നും നമ്മളെ കയറി ബാധിക്കൂല. പിന്നെ ബ്രഹ്മിയെ കുറിച്ച് കഴിഞ്ഞ ദിവസം ബ്രഹ്മിവാടി എടുത്തു നമ്മള്. ഓർമ്മശക്തി, ബുദ്ധിശക്തി. അതോടൊപ്പം തന്നെ എന്തെങ്കിലും വിഷയം വന്നാൽ വിഷാദിച്ചിരിക്കല്, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവില്ല. അശ്വഗന്ധ അടങ്ങിയിട്ടുണ്ട്, ആന്റി ഓക്സിഡന്റ് ആണ്. നമ്മൾ കഴിക്കുന്ന ആഹാരം കൃത്യസമയത്ത് ദഹിക്കണമെന്നില്ല. ചിലപ്പോൾ ആഹാരം കഴിച്ച് കിടന്ന് ഉറങ്ങും. ഈ സന്ദർഭങ്ങളിൽ വിരുദ്ധാഹാരം കഴിക്കും. ഈ സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ ഉദരത്തിലുണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസിനെ തെരഞ്ഞു പിടിച്ച് കണ്ടെത്തി അതിനെ നശിപ്പിച്ച് പുറന്തള്ളാനുള്ള ശക്തി ആർക്കുണ്ട്? അശ്വഗന്ധയ്ക്കുണ്ട്. കാരണം അതൊരു ശക്തമായ ആന്റി ഓക്സിഡന്റ് ആണ്. ഇതൊക്കെ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള തെളിയിക്കപ്പെട്ട, ഭാരതത്തിൽ മാത്രമല്ല ലോകത്ത് തന്നെ തെളിയിക്കപ്പെട്ട ഇൻഗ്രീഡിയന്റ് ആണ്. അതൊരു ഹെർബാണത്. എന്താണ് ശംഖുപുഷ്പം? എന്താണ് ശംഖുപുഷ്പം കൊണ്ടുള്ള ഗുണം? എന്താണ്? ബ്രെയിനിന്റെ ഹെൽത്ത്, ബ്ലഡിന്റെ ഷുഗറിനെ ബാലൻസ് ചെയ്യാനുള്ള കഴിവ്, നമ്മുടെ സ്കിന്നിന്റെ ഗ്ലോ ഉണ്ടാക്കി തരും, തലമുടിയുടെ വളർച്ച, അതിന്റെ കളറ്, ശരീരത്തിന് വേദന ഉണ്ടെങ്കിൽ വേദന സംഹാരിയായിട്ട്
ദഹനം, ഇമ്മ്യൂണിറ്റി പവർ, പ്രഷർ, കൊളസ്ട്രോൾ ലെവല്, കണ്ണിന്റെ ശക്തി. ഈ മുത്തങ്ങയെ കുറിച്ച് പറയാം. നമുക്കറിയാം കൊച്ചു കുട്ടികൾക്കൊക്കെ മുത്തങ്ങ മുറ്റത്തുനിന്ന് പറിച്ചെടുത്തിട്ട് അതിന്റെ കായ എടുത്തിട്ട് അതെന്ത് ചുരണ്ടി ഇടിച്ച് പാലിൽ കാച്ചി കൊടുക്കും. വയറിളക്കം അപ്പൊ തന്നെ നിൽക്കും. അമ്മമാർക്കൊക്കെ അറിയാം. പിന്നെ ഹിമാലയം വഴി അടങ്ങിയിട്ടുണ്ട്. എന്താണ് അതിനകത്ത്? അത് നമ്മുടെ ബ്ലഡിനകത്ത് ഓക്സിജനെ നേരിട്ട് എത്തിച്ചോളും. ശ്വാസകോശം വഴി വലിച്ചെടുക്കണത് കൂടാതെ നേരിട്ട് ഓക്സിജൻ നമ്മൾ ഹിമാലയം വഴി പറഞ്ഞപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുവഴി എന്താ ഗുണം കിട്ടുന്നത്? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ ന്യൂട്രിയന്റും ഓക്സിജനും കൂടി ആന്തരിക അവയവങ്ങളിലേക്ക് എത്താൻ, ആ ബ്ലഡ് സർക്കുലേഷനിലെ അത് സ്മൂത്ത് ആക്കാനും എത്തിക്കാനും, ന്യൂട്രിയന്റിനെ എത്തിക്കാനും ഈ ഓക്സിജൻ എപ്പോഴും നല്ല ഒരു റോൾ അവിടെ എടുക്കുന്നുണ്ട്. അടുത്തത് ആടലോടകം, പനി, ചുമ, ശ്വാസതടസ്സം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുത്താതെ ഇമ്മ്യൂൺ പവർ ആയിട്ട് നിൽക്കും. പിന്നെ അടുത്തെന്താണ്? ഗോൾഡ് ഭസ്മം. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. ഹെൽത്തി ലുക്കിംഗ്. നമ്മൾ ഒരു കാര്യത്തിലേക്ക് നോക്കുമ്പോൾ അതിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് കയറും നമ്മുടെ ദൃഷ്ടി, നമ്മുടെ കണ്ണ് ശക്തമായിരിക്കും ആ നോട്ടം. ആ നോട്ടത്തിൽ അതിന് ഉദാഹരണം എനിക്ക് പറയാനുള്ളത് ദ്രോണാചാര്യനും അർജുനനും. അസ്ത്രവിദ്യ കഴിഞ്ഞു എന്താണ് ദക്ഷിണ വെക്കുന്ന സമയത്ത് എല്ലാവരും പിടിച്ചു നിർത്തി മരത്തിലേക്ക് നോക്കാൻ പറഞ്ഞു. ഓരോരുത്തരും നോക്കി മരം കണ്ടു, മാങ്ങ കണ്ടു, ഇല കണ്ടു, കൊമ്പ് കണ്ടു, തടിയെല്ലാം കണ്ടു. അവസാനം അർജുനന്റെ ഊഴം വന്നപ്പോ അർജുനോട് ചോദിച്ചു, അർജുന മോനെ നീ എന്ത് കാണുന്നു? അർജുനൻ പറഞ്ഞത്, ഞാൻ ആ വലത്ത് വശത്തേക്ക് പോകുന്ന ആ മരത്തിൽ ഒരു പച്ച തത്ത ഇരിക്കുന്നത് കണ്ടു. വീണ്ടും ചോദിച്ചു, അർജുന നീ എന്ത് കാണുന്നു? ആ പച്ച തത്തയുടെ വലത്തെ കണ്ണ് ഞാൻ കാണുന്നു. അത്ര പെനിട്രേഷൻ ലുക്ക് നമുക്ക് ഉണ്ടാക്കി തരും. ആര്? സ്വർണഭസ്മം. അതൊരു ചികിത്സാ രീതിയാണത്. കൂടാതെ ആന്റി ഏജിങ്, നമ്മുടെ ഏജിങ്ങിനെ ഡിലേ ആക്കും. അതിനെ ആ പ്രോസസ്സ് സ്ലോ ആക്കി തരും. മസിലിന് നല്ല സ്ട്രെങ്ത് ഉണ്ടാക്കും, ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാക്കും, സ്കിന്നിന് നല്ല ഗ്ലോ ഉണ്ടാക്കും. സാഫ്രോൺ, സാഫ്രോൺ അറിയാം എല്ലാവർക്കും, ആന്റി ഓക്സിഡന്റ് ആണ്, ശക്തമായ ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. 1.5 ലക്ഷം കുങ്കുമപ്പൂവിൽ നിന്നാണ് 1 കിലോഗ്രാം എന്തുണ്ടാക്കുന്നത്? കുങ്കുമപ്പൂ. അതിന്റെ ആ നടുക്കുള്ള നാര്, അത് ലോകത്തിലെ ഏറ്റവും നമ്പർ 1 കുങ്കുമപ്പൂ നമ്മുടെ ജമ്മു കാശ്മീരിൽ, ഭാരതത്തിലാണ് ഉള്ളത്. ആ കുങ്കുമപ്പൂവാണ് നമ്മുടെ ചവനപ്രാശത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഇതുകൊണ്ടൊക്കെയുള്ള പിന്നെ അലോവേര, അലോവേരയെ കുറിച്ച് അറിയാം, എല്ലാവർക്കും അറിയാം. ചർമ്മം, മുടി, സൂര്യന്റെ താപം ഏൽക്കുന്നത്, അതുകൊണ്ടാണ് മുഖക്കുരുവിന് തടയല്, നമ്മുടെ സ്കിന്നിന് ഡ്രൈ ഫീലിംഗ് മാറ്റി എപ്പോഴും വെറ്റ് ഫീലിംഗ് ഉണ്ടാക്കുന്നു. കൂടാതെ മുടി ഒഴിച്ചില് തടയും, മലബന്ധം തടയുന്നു, വയറിലുണ്ടാകുന്ന അൾസർ ഇല്ലാണ്ടാകുന്നു, ജലദോഷം. ഇനി ഒരുപക്ഷെ നമ്മുടെ ശരീരം മുറിഞ്ഞാൽ ആ മുറിവ് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഹീലിംഗ്, ഇതൊക്കെയാണ് അലോവേര കൊണ്ടുള്ള ഗുണങ്ങൾ. ഏറ്റവും വലുതാണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ. പ്രിയപ്പെട്ടവരെ, അറിയാതെ പോകരുത് ഇത്. കാലാവസ്ഥാ വ്യതിയാനം വരുമ്പോൾ പലർക്കും രോഗം വരാൻ കാരണം എന്താണ്? ബോഡി ടെമ്പറേച്ചർ താഴ്ന്നു പോകും. അപ്പോഴാണ് മാരകമായ രോഗാണുക്കൾ കടന്നു വരുന്നത്. അപ്പൊ ആ കടന്നുകയറ്റിലൂടെ നമുക്ക് എല്ലാ രോഗങ്ങളും വ്യാപിക്കും. പക്ഷേ ചഴുപ്രാശ് കഴിക്കുന്ന ഒരാളിന് ബോഡി ടെമ്പറേച്ചർ ടോളറേറ്റ് ചെയ്യും. കാലത്തിനും കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് ഇത് താഴെ പോകാതെ പിടിച്ചു നിർത്തും എന്ന് പറഞ്ഞാൽ അസുഖം വരാതിരിക്കും. അപ്പൊ അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്? വേരിയസ് റെസ്പിറേറ്ററി പ്രോബ്ലംസ്, ഡിസോർഡറുകളൊക്കെ വരാതിരിക്കും. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് മഴക്കാലമാണ്. ഇപ്പോ ഒരു മഴ കഴിഞ്ഞു, ശക്തമായൊരു വെയിൽ വരും. മഴ വന്നതിന് ശേഷം വെയിൽ വന്നാൽ എന്ത് പറ്റും? ആ വെള്ളം ആവിയായി മേലോട്ടു. ആ വെള്ളം എന്ത് സാധനമാണത്? ഏറ്റവും മലിനമായിട്ടുള്ള വെള്ളമാണത്. എത്രയെല്ലാം സെപ്റ്റിക് ടാങ്ക് പൊട്ടി, അറവുശാലകൾ പൊട്ടി, കോഴി ഫാമുകൾ പൊട്ടി, പന്നി ഫാമുകള്, ഇതിലൂടെയൊക്കെ വരുന്ന മലിന ജലങ്ങൾ തളം കെട്ടി നിൽക്കുന്നതിലേക്കാണ് ഈ വെയിലടിച്ചിരിക്കുന്നത്. ആ വെയിലിൽ നിന്ന് വരുന്ന ഇവോപ്പറേഷൻ, ആ ആവി, ഇതാണ് നമ്മൾ എല്ലാവരും ശ്വസിക്കുന്നത്. ശ്വസിക്കുമ്പോ എന്ത് സംഭവിക്കും?
പ്രതിരോധം ഇല്ലെങ്കിൽ പണി കഴിഞ്ഞു. അപ്പൊ അതിനെയൊക്കെ പിടിച്ചു നിർത്താനായിട്ടുള്ള ഒരു അത്ഭുത, അതിശയ, ആശ്ചര്യ, വിസ്മയ ഉൽപ്പന്നമാണത്. പ്രകൃതിയുടെ വരദാനമാണ്. ആയിരക്കണക്കിന് വർഷമായി കേൾക്കുന്ന ഒരു ഉൽപ്പന്നമാണത്. ഞാൻ ഒരുപാട് ചവനപ്രാശം കഴിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പ്രൊഡക്റ്റിന്റെ അത്രയും രുചികരവും റിസൾട്ടും ഞാൻ മറ്റൊന്നിലും കണ്ടിട്ടില്ല. ഇപ്പൊ IMC വന്നു എന്ന് ഒറ്റ കാരണം കൊണ്ട് പറയുമല്ല. അതുകൊണ്ട് വലിയുടെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും 3 പ്രൊഡക്റ്റ് ഉണ്ട്. ഇനി രണ്ടാമത്തെ പ്രൊഡക്റ്റ് ആണ് വെറും ചവനപ്രാശ്. ഇത് ചവൻപ്രാശ് ഗോൾഡ്. ഈ ചവൻപ്രാശിനുള്ള പ്രത്യേകത ചേരുവയിൽ ഒരല്പം വ്യത്യാസമുണ്ട്. നെയ്യ് അടങ്ങിയിട്ടുണ്ട്, തേനടങ്ങിയിട്ടുണ്ട്, തഴുതാമ, ഒരു പ്രത്യേക വസ്തുണ്ട്, അടപതിയൻ കിഴങ്ങ്. എല്ലാവർക്കും അമ്മമാർക്കൊക്കെ അറിയാൻ പറ്റുമത്. ഏലക്ക അടങ്ങിയിട്ടുണ്ട്, എള്ളിന്റെ എണ്ണ, സീസേം ഓയിൽ. ഇപ്പോൾ ബേസിക്കലി ഉള്ള നോളജ് പറഞ്ഞു കഴിഞ്ഞു. ഇനി മറ്റൊരു പ്രൊഡക്റ്റിലേക്ക് കടക്കുമ്പോൾ ഇനി ബേസിക് പ്രൊഡക്റ്റ് പറയേണ്ട കാര്യമില്ല. അതെല്ലാ ഗുണങ്ങളും കിട്ടും. പ്രത്യേകിച്ച് ഇതും കൂടെ ഉള്ളത് കൊണ്ട് അതിന്റെ ഗുണം എന്താണ്? ഫിസിക്കൽ മെന്റൽ വീക്ക്നെസ്, മാനസികമായിട്ടും ശാരീരികമായിട്ടും വീക്ക് ആയിട്ടുള്ള ആളുകൾക്ക് സഡൻ റിസൾട്ട് ലഭിക്കാനുള്ളതാണ് വെറും ചവനപ്രാശ് ഗോൾഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. പിന്നെ ഉള്ളൊരു പ്രത്യേകത, ലേഡീസ്, പെൺകുട്ടികൾക്ക് മെൻസ്റ്റുറൽ പീരീഡിൽ ഉണ്ടാകുന്ന പ്രോബ്ലം എന്തൊക്കെയാണ്? മുഖത്ത് കുരു, വേദന, ഛർദിൽ, വയറിളക്കം, ദേഷ്യം. ഇതേപോലെ നമുക്ക് പാരിസഹലി സിറപ്പും ടാബ്ലറ്റും അലോവേരയുടെ ജ്യൂസും ആ കഴിക്കുന്നതിനോടൊപ്പം എന്തുകൂടെ കഴിച്ചാൽ, ഈ സാധാ ചവനപ്രാശം കൂടി കഴിച്ചാൽ ബെറ്റർ റിസൾട്ട് ലഭിക്കും. മൂന്നാമത്തതാണ് ബേൽ ചവനപ്രാശ്. ബേൽ മീൻ കൂവളം, ബേൽ പ്രാശ് എന്നാണ് അതിന്റെ പേര്. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ വാക്ക് സ്പെഷ്യാലിറ്റി. ആദ്യം അതിന്റെ ഇൻഗ്രീഡിയന്റ് പറയാം. ബേൽ പിഷ്ടി എന്ന് പറഞ്ഞാൽ കൂവളത്തിന്റെ കായ അല്ലെങ്കിൽ ആ ഫ്രൂട്ട്. രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് കണ്ടക്കാരി എന്ന് പറയാൻ, ചുണ്ടങ്ങ. മൂന്നാമത്തേത് മസ്ത, മുത്തങ്ങ. എഷ്ടിമധു, ഇരട്ടി മധുരം, ദ്രാക്ഷ, ഉണക്കമുന്തിരി, ബിൽവ, കൂവളത്തിന്റെ ഇല. ഇത്രയും സാധനമാണ് സ്പെഷ്യലായിട്ട് ഇതിനകത്തുള്ളത്. ഇതിന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വൈറൽ സംബന്ധമായ ദഹനം, അതോടൊപ്പം തന്നെ ഇത് ആന്റി ബാക്ടീരിയലാണ്, ഫംഗലാണ്, വൈറലാണ്. ഈ കൂവളം എന്ന് പറഞ്ഞ പ്ലാന്റ്, കൂവളത്തിന്റെ ആ ചെടിയുടെ വേരെടുത്തിട്ട് ഒരു കഷ്ണം മുറിച്ചെടുത്ത്, പണ്ട് കാലത്തൊക്കെ അമ്മമാര് ചെയ്യണ കണ്ടിട്ടുണ്ട്. ആ വേരെടുത്തിട്ട് അന്നൊക്കെ ഈ ഗ്യാസ് ഒന്നും ഇല്ല, അടുപ്പിൽ കാണിക്കും. അടുപ്പിൽ കാണിക്കുമ്പോ അത് ചൂടാകും. ചൂടാകുമ്പോ അതിന്റെ അരിയിൽ നിന്ന് കുറച്ച് വെള്ളം വരും, എണ്ണ പോലെ. ആ എണ്ണ എടുത്ത് തോണ്ടി എന്ത് ചെയ്യും? അവർ ആ ബ്രസ്റ്റിന്റെ ആ പോയിന്റിൽ തേച്ച് വെക്കും. രണ്ടിലും തേച്ച് വെക്കും. എന്തിനാണെന്നറിയോ? അകാരണമായി നിർത്താതെ കുട്ടികൾ കരയുമ്പോൾ അമ്മമാർക്ക് വ്യസനം വരും. കൊച്ചു കുട്ടികൾ കരഞ്ഞാൽ എന്ത് ചെയ്യും? എന്നിട്ട് ആ കുഞ്ഞിന് പാല് കൊടുക്കും. സെക്കൻഡ് കൊണ്ട് നിൽക്കും ആ കരച്ചിൽ. അത്ര ശക്തമാണ് ഈ കൂവളം എന്ന് പറഞ്ഞത്. കൂടാതെ അമ്മമാര് ഇത് കഴിച്ചാൽ, ഇത് അമ്മമാര് കഴിക്കുന്നത് കൊണ്ട് പാലിലൂടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടും ഇതിന്റെ ഗുണം. ഇനി കേട്ടോ, അപാരമായ റിസൾട്ടാണ് ഈ പ്രൊഡക്ഷനുള്ളത്. ഞാനൊരു 11 പറയാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവരൊക്കെ എഴുതിയെടുത്തോ. ആന്റി ക്യാൻസറസ് ആണ് ഈ സാധനം, ആന്റി മലേറിയ ആണ് ഈ സാധനം, ആന്റി ഇൻഫ്ലമേബിൾ ആണ് ഈ സാധനം. നീർക്കെട്ട് ഉണ്ടാക്കൂല,
ആന്റി അൾസറാണ് ബേൽപ്രാഷ്. കുടൽ സംബന്ധമായ അൾസർ ഉണ്ടാക്കൂല. ആന്റി ഡയറിയലാണിത്. ഈ വ്യക്തിക്ക് വയറിളക്കം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല. അടുത്തത് ആന്റി ബാക്ടീരിയലാണ് ഈ സാധനം. അടുത്തത് ആന്റി അനാൾജസിക് ആണിത്. വേദന സംഹാരിയും കൂടിയാണിത്. വേദന എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല ശരീരത്തിന്. അടുത്തത് ആന്റി ഓക്സിഡന്റ് ആണിത്. ആന്റി ഓക്സിഡന്റിനെ കുറിച്ച് അല്പം മുമ്പ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് ആന്റി ഡയബറ്റിക് ആണിത്. ഷുഗറിന് വരത്തില്ല ഇത്. പത്താമത്തത് ആന്റി റേഡിയേഷൻ ആണിത്. റേഡിയേഷൻ പ്രൊട്ടക്ടർ ആണിത്. 11ാമത്തത് ആന്റി ഹെപ്പറ്റൈസ് ആണ്. ലിവറിനെ ശക്തമാക്കും. മഞ്ഞപ്പിത്തം, ഫാറ്റി ലിവർ പോലെയുള്ള സംഭവത്തിനെ ഒന്നും പ്രവേശിപ്പിക്കില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആയുർവേദത്തിൽ വില്ലാതി ഗുളികയെന്ന്? വില്ലാതി ഗുളികയിലെ പ്രധാന ചേരുവേണ്ടത്. അപ്പൊ 3 ചവനപ്രാശത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. നമ്മുടെ ചവനപ്രാശ് ഗോൾഡ്, ഇതിൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ കാറ്റലോഗിൽ ഷുഗർ ഫ്രീ എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇതിന് മധുരമുണ്ട്. അപ്പൊ എന്റെ കണക്കൂട്ടിലെ മിക്കവാറും സാധാ ചവനപ്രാശിലോ അല്ലെങ്കിൽ ബേൽ ചവനപ്രാശോ ആയിരിക്കും മധുരമില്ലാത്തത്. ആ ഒരു കറക്ഷൻ കമ്പനിയുടെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ട്. അത് ഉടനെ അത് പ്രിന്റിങ്ങിൽ വന്ന മിസ്റ്റേക്ക് ആണോ എന്താണെന്ന് അറിയില്ല. അത് ഉടനെ പരിഹരിക്കും. അപ്പൊ 4 പ്രൊഡക്റ്റ് പറഞ്ഞു കഴിഞ്ഞു നമ്മൾ. എന്തൊക്കെയാണ്? കിലോയ് പപ്പായ പറഞ്ഞു, 3 ചവനപ്രാശ് പറഞ്ഞു. വിലയൊക്കെ വളരെ തുച്ഛമാണിത്. കടന്നു വന്ന ഒരു അസോസിയേറ്റിന് 30% ഡിസ്കൗണ്ട് വരികയാണ്. വെറും 285 രൂപ വരെ ഉള്ളു. ഒരു വ്യക്തിക്കാണെങ്കിൽ 2 മാസത്തേക്ക് കഴിക്കാം ഇത്. ചവനപ്രാശ് കഴിഞ്ഞു. അടുത്തതാണ് സ്റ്റേവിയ. ഒരു സെക്കൻഡ് എനിക്ക് തരണേ. ഞാൻ ആ സ്റ്റേവിയ തന്നെ നിങ്ങളെ കാണിച്ചു തരാം. സ്റ്റേവിയയുടെ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം. എനിക്ക് വളരെ സന്തോഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാനായിട്ട്. ഞാൻ അതൊക്കെ റെഡിയാക്കി വെച്ചു, പക്ഷെ എടുത്തിങ്ങോട്ട് വെക്കാൻ വിട്ടുപോയി. സ്റ്റേവിയ ഫോസ് എന്നാണ് ഈ പ്രൊഡക്റ്റിന്റെ പേര്. നാച്ചുറലായിട്ട് പ്രകൃതിദത്തമായ പ്രീബയോട്ടിക് ബാക്ടീരിയ ആണത്. നമ്മൾ കഴിഞ്ഞ ദിവസം പ്രോബയോട്ടിക് പഠിച്ചായിരുന്നു. പ്രോബയോട്ടിക് എന്തിനാണ്? പ്രീബയോട്ടിക്. കണ്ടല്ലോ, ഇതാണ് സ്റ്റേവിയ ഫോസ്. മധുര തുളസി എന്നാണ് ഇതിന്റെ മലയാളത്തിൽ പറയുന്നത്. ഒരു ഇല എന്ന് പറഞ്ഞാൽ പഞ്ചസാരയേക്കാൾ 200 ഇരട്ടി മധുരമാണ് ഇതിന്. എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. 3 പ്ലാന്റ് ഉണ്ട് ഇത്. എനിക്കിതൊരു ചേച്ചി തന്നതാണ്. ആ ചേച്ചിയുടെ വീട്ടിലുണ്ടാവില്ല ഇത്. ഞാനിത് പിന്നെ കട്ട് ചെയ്ത് വീട്ടിൽ ഒരുപാട് വളർത്തി ഓരോരുത്തർക്ക് കൊടുത്തോണ്ടിരിക്കുന്നു. സ്റ്റേവിയ ഫോസ്. ഇത് കഴിച്ചാലുള്ള ഗുണങ്ങൾ ഞാൻ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാം. എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. സ്റ്റേവിയ ഫോസ് ഇതിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ വെജിറ്റബിളിലുള്ള ഒരു പഞ്ചസാര. ഈ പഞ്ചസാരയ്ക്ക് ഒരു പ്രത്യേകത ഉള്ളത്, വൻകുടലിൽ എത്തുന്ന വരയ്ക്കും ഇത് ദഹിക്കൂല. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അതിന്റെ സയൻസ് പറഞ്ഞു തരാം. അപ്പൊ ഇതിന്റെ ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാൽ ഒൺലി സ്റ്റേവിയ ഹെർബ് മാത്രം, വേറെ ഒന്നുമില്ല ഇതിനകത്ത്. ഇതിനുള്ള പ്രത്യേകത, ഇത് ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ആണ്. ഇത് ദഹിക്കൂല. ഇതിന്റെ അംശം ചെന്ന് കഴിഞ്ഞാൽ അത് ആരൊക്കെ ആയിട്ടുണ്ട് ദഹിക്കൂല എന്ന് പറഞ്ഞാൽ മുഴുവൻ ദഹിക്കൂല എന്നല്ല, ആ ഭക്ഷണത്തിനെ പെട്ടെന്ന് ദഹിക്കൂല. അതുകൊണ്ട് എന്താ ഗുണം കിട്ടണത്? ആ ഭക്ഷണത്തിലുള്ള ഷുഗർ എങ്ങോട്ട് കടന്നു ചെല്ലൂല, ബ്ലഡിലേക്ക് പോകൂല. അപ്പൊ ഇത് ആർക്കാ ഗുണം കൂടുതല്? ഷുഗറുകാർക്ക്. അപ്പൊ ഷുഗറുകാർക്ക് ദിവസവും കഴിക്കാനുള്ള ഒരു ഈശ്വരീയ വരദാനമാണ് സ്റ്റേവിയ ഫോസ്. ആധുനിക കാലഘട്ടത്തിന്റെ കണ്ടുപിടുത്തമാണിത്.
അപ്പൊ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഹെൽത്തി ഈറ്റിംഗ് നമുക്ക് ലഭിക്കും. നാച്ചുറൽ ആയിട്ടുള്ള ആന്റി ബാക്ടീരിയലാണ്, വൈറലാണ്, ഫംഗലാണിത്, ഡയബറ്റിക്കലാണിത്. ഇതുവഴി നമുക്ക് ഒബൈസിറ്റിയിലേക്ക് പോകാതെ വരും. വ്യക്തികള് ഡൈജഷന് പ്രോബ്ലം ഒന്നും ഉണ്ടാക്കില്ല, സ്റ്റൊമക്കിന് പ്രോബ്ലം ഉണ്ടാവില്ല. കോൾഡ്, ഫ്ലൂ, ഡാൻഡ്രഫ്, ഹെയർ ലോസ്, പല്ല് കൊഴിച്ചു പോക്ക്, ഇതിനെയൊക്കെ തടയും. ശരീരത്തിനുണ്ടാകുന്ന റിങ്കിൾസ്, ത്വക്കിന് പുറമെ, ഇതൊന്നും ഉണ്ടാക്കില്ല. ഇനി പറയാം ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നും. ഈ സ്റ്റേവിയ പോസ് എങ്ങനെയാ കഴിക്കേണ്ടെന്ന് ചോദിച്ചാൽ, ഒരു ഡ്രോപ്പ് പാലിലോ ചായയിലോ അധികം ചൂടുണ്ടാവരുത്. 1, 2, 3 ഡ്രോപ്പ് ഒരു ദിവസം കഴിക്കാം. ഇത് കഴിച്ചാലുള്ള ഗുണം എന്താണ്? ഭക്ഷണം പെട്ടെന്ന് അങ്ങോട്ട് ദഹിക്കൂല. ഈ സാധനം അങ്ങനെ തന്നെ വൻകുടലിലെത്തും. വൻകുടലിലെത്തിയാൽ ഇതാണ് ഇതിന്റെ സയൻസ്. നമ്മുടെ സ്മോൾ ആൻഡ് ലാർജ് ഇൻഡസ്റ്റൈനില് ധാരാളം നല്ല ബാക്ടീരിയ ആവശ്യമുണ്ട്. ആ നല്ല ബാക്ടീരിയ ആണ് സ്റ്റേവിയ പോസ്. ആ നല്ല ബാക്ടീരിയക്കുള്ള ഭക്ഷണമാണ് ആര്? പ്രോബയോട്ടിക്. അപ്പൊ ഇതെന്താണ്? പ്രീബയോട്ടിക് ആണത്. ഇത് ബാക്ടീരിയയാണിത്, മറ്റത് അതിനുള്ള ഭക്ഷണമാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. സദ്യ കഴിക്കൂലേ നമ്മള്? സദ്യ കഴിച്ചിട്ട് അവസാനം എന്ത് ചെയ്യും? മോര് മേടിച്ച് കഴിക്കും അല്ലെ? അത് എന്ത് സാധനമാണത്? അത് പ്രോബയോട്ടിക് ബാക്ടീരിയ ആണത്. അത് നമ്മളുടെ ഉള്ളിൽ ചെന്നാൽ ഒരു ഫെർമെന്റേഷൻ നടത്തും. ആ ഫെർമെന്റേഷനിൽ കൂടി ധാരാളം നല്ല ശരീരത്തിന് വേണ്ട നല്ല ബാക്ടീരിയ ഉണ്ടായി വരും. അതുപോലെ തന്നെയാണ് പഴഞ്ചോറും പഴങ്കഞ്ഞിയും ഫെർമെന്റ് ചെയ്ത് കഴിക്കുന്നത്. ഇതൊക്കെ ആവശ്യമാണ്. ഇന്നത്തെ ഫാസ്റ്റ് ലൈഫില് ഇതിനൊക്കെ നമുക്ക് സമയം കിട്ടണില്ല. ഓരോ ഡ്രോപ്പ് എടുത്തിട്ട് നമ്മള് വെള്ളത്തിലോ പാലിലോ കാപ്പിയിലോ ചായയിലോ ഇട്ട് കഴിക്കുക. 1, 2, 3 ഡ്രോപ്പ് ഒരു ദിവസം ശരീരത്തിൽ ചെല്ലുക. നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കും. പിന്നെ അടുത്ത വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ എത്ര ചെലവരുള്ളെന്ന് പറഞ്ഞാൽ വെറും 2 രൂപ വരെ ഉള്ളൂ ഒരു ഡ്രോപ്പിന്. ഒരു ദിവസത്തേക്ക് 2 രൂപ. ഡ്രോപ്പിനല്ല കേട്ടാ. 10 ml ഉണ്ടാവും. ഇത് 10 ml എന്ന് പറഞ്ഞാൽ 100 ഡ്രോപ്പ് ഉണ്ടാവും. ഓക്കെ. അടുത്തത് ശ്രീ ഹാൽഡി. ഒരുപാട് ഗുണങ്ങളുള്ള, പറഞ്ഞാൽ തീരില്ലാത്ത അത്രയും ഗുണങ്ങളുള്ളതാണ് ശ്രീ ഹാൽഡി. ഇതൊക്കെ സീസണൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഉൽപ്പന്നങ്ങളാണ് ഇതൊക്കെ. കുർക്കുമിൻ വിത്ത് കേസർ. മഞ്ഞളിലെ കുർക്കുമിനും കുങ്കുമപ്പൂ അടങ്ങിയിരിക്കുന്നത്. എന്ത് മഹാഭാഗ്യമാണെന്ന് ആലോചിച്ച് നോക്കിയത് നമ്മൾക്കൊക്കെ, ഈ സാധാരണക്കാർക്ക്. ഞാനിപ്പോ ചിലപ്പോഴൊക്കെ ഓർക്കാറുണ്ട്, എത്രയോ പേര് ഈ കാലഘട്ടത്തിൽ ജനിച്ച് ജീവിച്ച് ഇതൊന്നും അറിയാതെ കടന്നുപോയി. നമുക്ക് ഭാഗ്യം കിട്ടി. നമുക്ക് ഈ ഭാഗ്യം കിട്ടിയത് എന്ത് ചെയ്യണം? നമ്മള് ഇവിടെ ചുറ്റുപാടുകൾക്ക് പങ്കുവെച്ചു കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, എനിക്ക് കിട്ടി. ഒരു വേർതിരിവില്ല എനിക്ക്. ഈ കേരളവും തമിഴ്നാടും എല്ലാം കഴിഞ്ഞ് ഞാൻ എവിടെ എത്തി? അന്യ സംസ്ഥാനങ്ങളിലെത്തി. എല്ലായിടത്തേക്കും കൊടുത്തോണ്ടിരിക്കുന്നു. നിങ്ങൾക്കും അതേപോലെ കൊടുക്കാനുള്ള ഭാഗ്യം ഇതിൽ നിന്ന് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശ്രീ ഹാൽദി 20 ml ഉണ്ട്. കുർക്കുമിനും കേസറും അടങ്ങിയിരിക്കുന്നു. ഇതെന്ത് ആവശ്യത്തിന് ഉപയോഗിക്കണം? ആന്റി ഇൻഫ്ലമേറ്ററി ആണത്. നീർക്കെട്ട്, എപ്പോഴും എല്ലാ ക്ലാസ്സിലും കേൾക്കാറുണ്ട്, നീർക്കെട്ട് 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 അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ. എന്താണ് ഇതിന്റെ അർത്ഥം? ഞാൻ അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ. ഈ കൂട്ടത്തിൽ അറിയാൻ പാടില്ലാത്തവരുണ്ട്, അവർക്ക് വേണ്ടി പറയൂണ്. എന്താണ് നീർക്കെട്ടെന്ന് ചോദിച്ചാൽ, ബ്ലഡിനകത്ത് നമ്മുടെ ശരീരത്തിന്റെ ജീവനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിനേക്കാളും അതിനെ താഴ്ത്താൻ അല്ലെങ്കിൽ അതിനെ ഇല്ലാണ്ടാക്കാൻ ഏതൊക്കെയോ ബാക്ടീരിയ ശരീരത്തിലേക്ക്, ബ്ലഡിലേക്ക് കടന്നുകൂടി അത് വലുതായിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇൻഫ്ലമേഷൻ. എന്ന് വിചാരിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് നമ്മുടെ ഹെൽത്തിന് മുന്നേറാനും നല്ല സന്തോഷത്തോടുകൂടി നമ്മൾ മുന്നേറ്റ് നല്ലൊരു ജീവിതത്തിലേക്ക് പോകാനായിട്ട് തടസ്സപ്പെടുത്തുന്ന ചില ബാക്ടീരിയ വൈറസുകളൊക്കെ ഇതിനകത്തേക്ക് ശരീരത്തിൽ കയറിയിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത്. അത് നമ്മുടെ ലൈഫ് സ്റ്റൈല്, ഫുഡ് സ്റ്റൈൽ, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കും. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഉണ്ട് എല്ലാവർക്കും.
മിക്കവാറും രാവിലെ 8 മണി 9 മണിക്കൊക്കെയാണ് എണീക്കണത്. പക്ഷെ അവര് പറയുന്നത് പല കാരണങ്ങളുണ്ട്. പക്ഷെ ഒരു കാരണവും ഇല്ല. അത് രാവിലെ പ്രകൃതിയോടൊപ്പം ഉണരുക എന്നുള്ളതാണ് പ്രകൃതിയുടെ നിയമം. അവർക്ക് ഈ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ആന്റി ഇൻഫ്ലമേറ്ററി ആണിത്. പിന്നെന്താണ്? പവർഫുൾ, അതായത് ശക്തമായ ഒരു ആന്റി ഓക്സിഡന്റ് ആണ് ഈ മഞ്ഞളിലെ കുർക്കുമിൻ. ഇമ്മ്യൂൺ ബൂസ്റ്റർ ആണിത്. ഇന്ന് നമുക്ക് ഈ മഞ്ഞളിലെ കുർക്കുമിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മഞ്ഞപ്പൊടി ഹാൽത്തി കടകളിൽ നിന്ന് അവരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ തീരുമാനം ഇന്ന് മാറ്റിയിട്ട് ഇന്ന് പുതിയൊരു തീരുമാനം എടുക്കണം. പ്രിയപ്പെട്ടവരെ, മഞ്ഞളല്ലത്, അത് മറ്റെന്തോ ആണത്. അതേതോ കളർ പൊടിക്കകത്ത് കുറെ കെമിക്കലും ചേർത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞ് കറിക്കകത്ത് ഇട്ട് കഴിക്കുവാണത്. നിറമുണ്ടാകും, പക്ഷെ അത് മഞ്ഞളിലെ കുർക്കുമിൻ അല്ല. മഞ്ഞളിലെ കുർക്കുമിൻ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇതേപോലെയുള്ള ആശയപരമായിട്ട് മാത്രമേ നമുക്ക് ലഭ്യമാകൂ. അതിനകത്ത് ഒരുപാട് പ്രോസസ്സുകളുണ്ട്. അതിനെ വെയിലത്തിട്ട് ഉണക്കാൻ പാടില്ല, അതിനെ വേവിക്കാൻ പാടില്ല, ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധാരണഗതിയിൽ മഞ്ഞൾ പ്രോസസ് ചെയ്ത് കഴിയുമ്പോ അതിനകത്തുള്ള കുറുക്കുമീൻ എല്ലാം പോകും. അല്ല 1% ഉണ്ടാവുള്ളൂ. പക്ഷെ കൃത്യമായ പ്രോസസ്സിലൂടെ മഞ്ഞളിനെ എടുത്താൽ എന്ത് ഗുണം കിട്ടും? 10% കുറുക്കുമീൻ അതിനകത്ത് നിന്ന് കിട്ടും. അപ്പൊ ഇനി കുറുക്കുമീൻ നമ്മുടെ ഈ പ്രൊഡക്റ്റിനകത്ത് അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മഞ്ഞളിലെ കുർക്കുമീൻ അടങ്ങിയിട്ടുണ്ട്, കേസർ അടങ്ങിയിട്ടുണ്ട്, ഡാൽച്ചിനി. എന്താണ് ഡാൽച്ചിനി എന്ന് പറഞ്ഞാൽ? നമ്മൾ കറിക്കെടുക്കുന്ന പരിപ്പില്ലേ, പരിപ്പ് 2 ടൈപ്പ് ഉണ്ട്. ചുമല പരിപ്പ് കണ്ടിട്ടില്ലേ? ഡാൽച്ചിനി, കൂടാതെ കുരുമുളക്. ഈ 4 ഇൻഗ്രീഡിയന്റ് ആണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഈ 4 എണ്ണവും അടിപൊളി സൂപ്പറാണ്. ഇതിന്റെ ബെനിഫിറ്റിലേക്ക് കിടക്കാം. ഇതൊരു ഡയബറ്റിക് മാനേജ്മെന്റ് ആണ് ഈ സാധനം. അതായത് നമ്മുടെ ഇൻസുലിന്റെ ഉൽപാദനം അതിനെ ത്വരിതഗതിയിലാക്കി മന്ദീഭവിപ്പിക്കാതെ അതിന്റെ ഒരു മാനേജ്മെന്റ് നടത്തും. നേരത്തെ പറഞ്ഞു ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, ആന്റി ഓക്സിഡന്റ് ആണ്. അതുവഴി എന്താ ഗുണങ്ങൾ കിട്ടുന്നത്? ഇംപ്രൂവ് ഹാർട്ട് ഹെൽത്ത്, ഹൃദയത്തിന്റെ പ്രവർത്തനത്തിനുള്ള ആരോഗ്യം. കൂടാതെ മെന്റൽ അലർട്ട്നെസ്. എന്താണ് ഈ മെന്റൽ അലർട്ട്നെസ് എന്ന് പറഞ്ഞാൽ? മലയാളത്തിൽ പറഞ്ഞാൽ ജാഗ്രത, എന്തിനോടും ജാഗ്രത. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ വീട്ടിൽ ഓരോ ഗസ്റ്റ് വന്ന കാര്യം എല്ലാം പറഞ്ഞു പോയി. ആള് അവിടുന്ന് പോയി കുറെ കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, ഈശ്വര EMC പറയാൻ ഒരു അവസരം ഉണ്ടായിരുന്നല്ലോ, ഞാൻ മറന്നുപോയല്ലോ. 2 വാക്ക് പറയായിരുന്നല്ലോ, 2 പ്രൊഡക്റ്റ് സാമ്പിളൊക്കെ കൊടുക്കായിരുന്നല്ലോ. ആൾക്ക് അലർട്ട്നെസ് ഇല്ല, ജാഗ്രത എന്ന് പറഞ്ഞ സംഭവം വർക്ക് ചെയ്യണില്ല. പലർക്കും സംഭവിക്കാറുണ്ടത്. സാന്ദർഭികമായി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഉറക്കം, പലരും ഉറങ്ങുന്നുണ്ട്, പക്ഷെ ഡീപ്പ് സ്ലീപ്പ് അല്ല. ആ ഡീപ്പ് സ്ലീപ്പിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഉറക്കം എന്ന് പറഞ്ഞാൽ സുഖത്തിന്റെ ചികിത്സയാണ്. പകല് മുഴുവൻ ഓടി നടന്നു, രാത്രിയില് വളരെ ദൈർഘ്യമേറിയ ശ്വാസം എടുത്ത് നമ്മൾ ഉറങ്ങുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സുഖം എന്ന് പറഞ്ഞ സാധനം കിട്ടുന്നത്. അത് നമുക്ക് ഇതിലൂടെ കിട്ടും. പിന്നെന്തൊക്കെയാണ്? കോളൻ ക്യാൻസർ, വൻകുടലിലെ ക്യാൻസർ. ഇന്ന് 100 പേര് ഹോസ്പിറ്റലിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഗ്യാസ്ട്രോ വിഭാഗത്തിൽ ചെന്നാൽ അവിടെ കാണുന്ന ഒരു കാഴ്ചയാണ് മിക്കവാറും വൻകുടലിൽ ക്യാൻസർ ആണ്. ബ്രസ്റ്റ് ക്യാൻസർ, ലങ്സ് ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ഗർഭാശയ ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ, ബ്രെയിൻ ക്യാൻസർ. ഈ സംഭവം വരാതിരിക്കാനും വന്നവർക്ക് അത് വ്യാപിച്ച് വീണ്ടും അത് അവരുടെ ആരോഗ്യത്തെയും ജീവനെയും നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി അവർക്ക് അത് ഉപയോഗിക്കാം. അതിന്റെ സ്പ്രെഡിങ് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനമാണ് ഇതിനോടൊപ്പം ചേർന്നിരിക്കുന്ന സാഫ്രോൺ. ഞാൻ ആരംഭത്തിലേ പറഞ്ഞു, നമ്മുടെ IMCയുടെ സീക്രട്ട് ഓരോ ആയുർവേദ ഹെർബിനും ഓരോ ചികിത്സക്കല്ല, ഓരോ രോഗത്തിനല്ല, പല ഹെർബുകളെ കൂടുമ്പോൾ അതിനകത്തുനിന്ന് ഒരു വലിയ റിസൾട്ട് വരും. അപ്പൊ ഈ ശ്രീഹാൽദി കുർക്കുമിനോടൊപ്പം സാഫ്രോണും കൂടെ കൂടുമ്പോൾ
അതിനകത്തുനിന്ന് ഒരു സംഭവം ജനറേറ്റ് വരും. എന്താണ്? കാംഫറോൾ. അതുകൊണ്ടുള്ള ഗുണം എന്താണ്? ശരീരത്തിന് നല്ല പ്രതിരോധം ഉണ്ടാക്കും. അതുപോലെ ഡാൽച്ചിനി, പരിപ്പിന്റെ കാര്യം പറഞ്ഞു. ആ പരിപ്പ് കൊണ്ട് നല്ല മുഖസൗന്ദര്യം ഉണ്ടാകും. സാന്ദർഭികമായിട്ട് ഇടയ്ക്ക് കയറി ഞാൻ ഒരു പ്രോഡക്റ്റ് കൂടെ പറയുന്നത്, ആന്റി ഏജിങ്. ഇതിന്റെ പ്രധാന ചേരുവ ഡാൽച്ചിനിയാണ്, ചുമന്ന പരിപ്പാണ്. ഒരു 40-50 വയസ്സുള്ള ആൾക്കാരൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ് ഇത്. നമ്മള് പിന്നെ എന്താണ് പേഴ്സണൽ കെയർ പറയുമ്പോഴത്തേക്കും സ്കിൻ കെയർ ഒക്കെ പറയുമ്പോൾ പറയാം. ഓക്കെ, ഹൃദയത്തിന്റെ ആരോഗ്യം നമുക്ക് വീണ്ടെടുക്കാം. കൊളസ്ട്രോള് എങ്ങനെയാണ് ഹൃദയാരോഗ്യം? കൊളസ്ട്രോൾ മൂലം ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഹൃദയത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്നത്. അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഏജിങ്ങിലൂടെ ഉണ്ടാകുന്ന സ്കിന്നിന്റെ റിങ്കിൾസിനെ മാറ്റി തരും. സ്കിൻ സംബന്ധമായ ഡിസീസുകൾ, സോറിയാസിസ്, അതേപോലുള്ള രോഗങ്ങളൊക്കെ വരുത്താതിരിക്കും. വന്നതിനെ ചികിത്സിച്ച് മാറ്റാൻ പറ്റും. നേരത്തെ പറഞ്ഞു ഉറക്കത്തിന്റെ കാര്യം, നല്ല ഉറക്കം കിട്ടും. ഇനി എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിച്ചാൽ, രാവിലെ എണീക്കുമ്പോ തന്നെ കഴിച്ചാൽ, നിങ്ങൾക്ക് അമിതമായി നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏതാണ് വിസറൽ ഫാറ്റ്, സബ്ക്യൂട്ടേനിയസ് ഫാറ്റ്, അതിനെ കളയാൻ പറ്റും. ശരീരത്തിന് വേണ്ടാത്ത കൊഴുപ്പുണ്ട്, ഫാറ്റ് ഉണ്ട്. ആ ഫാറ്റിനെ വെറും വയറ്റി കഴിച്ചാൽ ഫാറ്റിനെ കുറയ്ക്കാൻ പറ്റും. അതുവഴി എന്താ ഗുണങ്ങൾ കിട്ടുന്നത്? ഒരുപാട് പ്രശ്നങ്ങളുടെ സങ്കീർണതയിലേക്ക് നമുക്ക് പോകാതിരിക്കും. അതുപോലെ വയറുവേദന, ദഹനക്കേട്, ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ഒരു ഡ്രോപ്പ് ഇട്ട് കഴിച്ചോ, പമ്പ കടന്നിരിക്കും. ഇതിനോടൊപ്പം മറ്റൊരു ചേരുവയും കൂടെ ഉണ്ട്. എന്താണ്? ബ്ലാക്ക് പെപ്പർ, കുരുമുളക്. കുരുമുളകിന്റെ പ്രത്യേകത എന്താണ്? ബയോ അവൈലബിലിറ്റി ആൻഡ് എൻഹാൻസർ. നിങ്ങൾ കഴിച്ച ആഹാരം സമയബന്ധിതമായിട്ട് ദഹിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ഗുണങ്ങൾ കിട്ടും? അതിൽ നിന്നുള്ള ന്യൂട്രിയന്റ് പെട്ടെന്ന് കിട്ടും. കുറെ താമസിച്ചു പോയാലോ അത് ഫ്രീ റാഡിക്കലായി മാറും. അപ്പോൾ ബ്ലാക്ക് പേപ്പർ അടങ്ങിയിട്ടുള്ള ഈ പിന്നെ ശ്രീഹൽദി കഴിച്ചാൽ നമ്മൾ കഴിക്കുന്ന ആഹാരം പെട്ടെന്ന് ദഹിക്കും. പെട്ടെന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? ആ ഷുഗറിലേക്ക് പോകാനല്ല, ആ ന്യൂട്രിയന്റ് വാല്യൂ നഷ്ടപ്പെടുത്താതെ അതിനെ ദഹിപ്പിച്ച് ആന്തരിക അവയവങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കും. ഇതിന്റെ അളവ് 20 ml ഉണ്ട്. ഈ 20 ml കൊണ്ട് നമുക്ക് ഒരു ദിവസത്തേക്ക് 1 രൂപ താഴെ വരുള്ളൂ. 20 ml എന്ന് പറഞ്ഞാൽ എത്ര ഡ്രോപ്പ് ഉണ്ട്? 200ഓളം ഡ്രോപ്പ് ഉണ്ട്. 1 രൂപ. വില എത്ര രൂപയുള്ളൂ? 30% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 147 രൂപയെ വരുള്ളൂ. ഇനി നമ്മളിന്ന് 3 ചവനപ്രാശ് പറഞ്ഞു, കിലോ പപ്പായ പറഞ്ഞു, 4 സ്റ്റേവിയ അപ്പോസ് 5, ശ്രീഹൽദി 6. ഇനി മറ്റൊരു പ്രൊഡക്റ്റ് ഇതിന്റെ ഇടയ്ക്ക് കയറി എടുക്കുകയാണ്. കാരണം എൻ്റെ കുറച്ച് ആൾക്കാർ വിളി കൂടുതൽ വന്നിട്ടുണ്ട്. എന്താണ് വിളി വരാൻ കാരണം എന്ന് ചോദിച്ചാൽ, അവർക്ക് പൈൽസ് ആണ്, ഫിസ്റ്റുല, ഫിഷർ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്താണ് ഇതിന്റെ പ്രതിവിധി എന്ന് ചോദിച്ചിട്ട് വരുമ്പോ ഞാൻ പലതുമൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും ഇപ്പൊ ഒരു നിരവധി ആളുകൾക്കുള്ള ഒരു അസുഖമാണ് പൈൽസ്. ഇതൊക്കെ പറയാൻ ഈ സമയം പോരാ, ഒരുപാട് സമയം വേണം, കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. എന്നെ കഴിയാവുന്ന സ്പീഡിൽ ഞാൻ പറയാം. എവിടെ ചെന്നാലും എവിടെ കൂടി പോയാലും കാണാൻ പറ്റും. എന്താണ്? മൂലക്കുരു, പൈൽസ്, അതിനൊക്കെയുള്ള ഒറ്റമൂലി ചികിത്സ എന്നും പറഞ്ഞു. ധാരാളം പേര് ഇത് പുറത്തു പറയാതെ നടക്കും. ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് പൈസ പോകും. ഇത് സർജറി ചെയ്യും, വീണ്ടും വരും അവിടെ. ഇതിന് മരുന്നില്ല. ഇതിനൊറ്റ മരുന്നുള്ളത്. എവിടെ ഉള്ളത്? അത് ആയുർവേദത്തിൽ മാത്രമേ ഉള്ളത്. ആ സീക്രട്ട് ഉണ്ട്. ആ സീക്രട്ടാണ് ഇന്ന് നമ്മളിവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ഈ രോഗം ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ എല്ലാ രോഗങ്ങളും ഉണ്ടാകാൻ, ഈ ഫിഷർ, ഫിസ്റ്റുല, പൈൽസ്, അങ്ങനെയൊക്കെയുള്ള അരിസസ് എല്ലാം ഉണ്ടാകാനുള്ള കാരണം എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ മലബന്ധമാണ്. പ്രധാന കാരണം മലബന്ധം. അപ്പൊ നമ്മൾ ഈ മലബന്ധം ഒന്ന് മാറ്റണം. മലബന്ധം ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ
മാലിന്യം നമ്മുടെ ഉള്ളിൽ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ തന്നെ ആദ്യത്തെ സ്റ്റെപ്പായത്. അപ്പൊ മലം അവിടെ ബന്ധിക്കപ്പെട്ട് കിടന്നാൽ എന്താ പ്രത്യേകത? ഈ ലാർജ് ഇൻഡസ്ട്രീനകത്താണ് ഈ മലം കിടക്കുന്നത്. ഈ ലാർജ് ഇൻഡസ്ട്രീന്റെ സറൗണ്ടിങ്ങിൽ, അതിന്റെ പുറമെ ധാരാളം ബ്ലഡിന്റെ സർക്കുലേഷൻ ഉണ്ട്. ആ മലബന്ധത്തിൽ, ആ വൻകുടലിൽ നിന്നാണ് രക്തത്തിലേക്കുള്ള വെള്ളത്തിനെ ശേഖരിക്കുന്നത്. അപ്പൊ ഒരു ദിവസം ഈ മലം പോകാതിരുന്നാൽ ആ ശേഖരിക്കുന്ന വെള്ളത്തിലെ മാലിന്യം എത്ര ഉണ്ടാവും? ധാരാളം ഉണ്ടാകും. അതുകൊണ്ട് ദിവസവും മലബന്ധം ഉണ്ടാവാൻ പാടില്ല. ഉണ്ടെങ്കിൽ അവരുടെ ബ്ലഡിനകത്ത് അസിഡിറ്റി കൂടും, മാലിന്യം കൂടും, ടോക്സിൻ കൂടും. ഇതൊക്കെയാണ് രോഗങ്ങൾ വരാനുള്ള ഒരു കാരണം. രണ്ടാമത്തത്, നമ്മുടെ സ്റ്റൊമക്കിലെ ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ടും ഇതേപോലെ അസിഡിറ്റി ധാരാളം ഉണ്ടാകും. ഈ മലബന്ധം മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ രോഗത്തിന്റെ അടുത്ത സ്റ്റെപ്പാണ്. കാരണം ഇത് നമ്മള് മൂലകാരണം അറിഞ്ഞിരുന്നാൽ നമുക്ക് എളുപ്പമാണിത്. പൈൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മലദ്വാരത്തിന്റെ ചുറ്റിനും വരുന്ന വെരിക്കോസ് വെയിനാണ്. പലരുടെയും ചിന്ത വെരിക്കോസ് വെയിൻ കാലിൽ ഉണ്ടാവുള്ളൂ. പ്രിയപ്പെട്ടവരെ, എല്ലായിടത്തും ഉണ്ടാവും ഇത് വെരിക്കോസ് വെയിൻ. കാലിലുള്ളത് മാത്രം കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മലദ്വാരത്തിന് ചുറ്റിനും ഉണ്ടാക്കുന്ന ആ ധമനികൾ വലുതായി പൊട്ടുന്നു. ഇതാണ് സംഭവം അവിടെ. എന്താ കാരണം? അവിടെ അഴുക്ക് കയറി, ആ ബ്ലഡിനകത്ത് അസിഡിറ്റി കയറി. അതുകൊണ്ടാണ് അത് അവിടെ സംഭവിക്കുന്നത്. രക്തക്കൊഴലിൽ വീർക്കും, വീർത്ത് പൊട്ടി അതിനകത്തുനിന്ന് ബ്ലഡ് വരും, ചിലർക്ക് മുഴച്ചു വരും. ഓക്കെ. ഇനി ഫിഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ വിണ്ട് കീറും ചില ആളുകൾക്ക്. അതാണ് ഫിഷർ എന്ന് പറഞ്ഞത്. ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ എന്താണ്? മലം പുറത്തേക്ക് പോകാൻ സാധാരണ മലദ്വാരം വഴിയാ പുറത്തേക്ക് പോവേണ്ടത്. വേറെ തുള വരും അവിടെ, കുരു, അതിനകത്തൂടെ പോകും. അതാണ് ഫിഷർ എന്ന് പറയുന്ന, ഫിസ്റ്റുല എന്ന് പറയുന്ന സംഭവം. ചില കാര്യങ്ങൾ അടിസ്ഥാനപരമായി നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഈ സംഭവം നമുക്ക് വേരോടെ മാറ്റാൻ പറ്റും. ആയുർവേദത്തിൽ ഇതിനകത്ത് ചികിത്സയുണ്ട്. ധൈര്യമായിട്ടിരിക്കാം, ഇതിനകത്ത് ഒരു പ്രശ്നങ്ങളുമില്ല. ഞാൻ അതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോഴത്തേക്കും 5-10 മിനിറ്റ് സമയമുണ്ട്, നമ്മുടെ ടൈം കഴിഞ്ഞിരിക്കും. പൈൽസവേ ടാബ്ലറ്റും പൈൽസവേ ക്രീമും, 2 പ്രൊഡക്റ്റാണ് ഉള്ളത്. പൈൽസവേ ക്രീം കാണിച്ചു തരാം, ടാബ്ലറ്റും കാണിച്ചു തരാം. ഇതാണ് ടാബ്ലറ്റ്, ഇത് ക്രീം. ഇതിനകത്തൊരു ഫിറ്റിങ്സ് കൂടെ ഉണ്ടാകും. ഈ പ്രൊഡക്റ്റിന്റെ പുറത്ത് തന്നെ ഒരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? ഗുഡ് ബൈ ടു പൈൽസ്. ഒരു കമ്പനി ചെയ്തു വെക്കാത്ത, അതായത് നമ്മൾ അതിനെ മറന്നേക്കും. അത്രത്തോളം ഗ്യാരണ്ടിയാണ് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ ആ അസുഖങ്ങൾ മാറും. അസുഖമില്ലാത്തവർ ഉപയോഗിക്കണമെന്നില്ല. ഇതിന്റെ ഇൻഗ്രീഡിയന്റ് പറയാൻ എന്തൊക്കെയാണെന്ന്. അലോവേര അടങ്ങിയിട്ടുണ്ട്. എന്താണ്? കുഷൻ ഹെഡ് എന്ന് പറയും. കുഷൻ ഹെഡ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ കല്ലൂർ വഞ്ചി എന്ന് പറയും. അടുത്തത് ചിത്രകുമിൾ. ചിത്രകുമിൾ എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ ഹിന്ദി വാക്കുകളാണ് കേട്ടോ. വെള്ള കൊടുവേലിക്കിഴങ്ങ്, അമ്മമാർക്കൊക്കെ അറിയാൻ പറ്റുന്നത്. ഞാനൊക്കെ ഇത് കണ്ടിട്ടുണ്ട്. നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ട് ഈ സാധനം. നമ്മുടെ ഇതുപോലെ ഇരിക്കും. നമ്മുടെ എന്താണ് ഉണ്ടല്ലോ, വെളുത്തുള്ളിയില് വെളുത്തുള്ളി പോലെ ഇരിക്കും, പക്ഷെ അതിനേക്കാൾ ഇത്തിരി സോഫ്റ്റ് ആയിരിക്കും. വെള്ള കൊടുവേലിക്കിഴങ്ങ്, ഹരിദ്ര, പച്ചമഞ്ഞൾ. കണ്ടോ ആ ചേരുവയുടെ സീക്രട്ട്? അലോവേര, കല്ലൂർ വഞ്ചി, വെള്ള കൊടുവലിക്കിഴങ്ങ്, പച്ചമഞ്ഞൾ. ഇത് 4 കൂടെ അങ്ങോട്ട് കയറുന്നാൽ എന്ത് സംഭവിക്കും? ഗുഡ് ബൈ. എത്ര പേരാണ് ഇത് ചുമന്നുകൊണ്ട് നടക്കുന്നത്? പ്രിയപ്പെട്ടവര്, ഭയങ്കര വിഷമമുള്ള ഒരു അവസ്ഥയാണിത്. സ്ത്രീകൾ ഉപയോഗിക്കുന്ന സാനിറ്ററി പാഡില്ല, അതുവരെ കെട്ടിയാണ് ആളുകൾ നടക്കുന്നത്. അത്ര വികൃതമാണ് ഈ ഭാഗം. ആശുപത്രി ചെന്നാൽ ചെത്തി മുറിക്കും, അതോടെ തീർന്നു, ലക്ഷങ്ങൾ പോയി. വല്ല കേട്ടോ, ചിലതൊക്കെ രക്ഷപ്പെടും, കുറെയൊക്കെ രക്ഷപ്പെടും. പക്ഷെ പിന്നെയും വരും ഇത്.
അപ്പൊ അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകത്ത്, അതിനെ മാറ്റണം. മാറ്റിയില്ലെങ്കിൽ അപ്പൊ ആ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ മാറ്റാനാണ് എന്ത് ഈ കല്ലൂർ വഞ്ഞിയും വെള്ള കൊടുവലി കിഴങ്ങും പച്ചമഞ്ഞളും അലോവേരയൊക്കെ. അപ്പൊ ബെനിഫിറ്റ് എന്താണ് ഇതിന്റെ? ഹെമറോയിഡ്സ് ഗുഡ് ബൈ. അതോടൊപ്പം നമ്മുടെ ദഹന പ്രക്രിയ ക്ലിയറായി, വൻകുടലിലെ പ്രോബ്ലം മാറി, ബവൽ മൂവ്മെന്റ്, IBS, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, അത് ഇങ്ങനെ തുറന്നു കൊടുക്കായ്മ, ആ പ്രശ്നങ്ങൾ സോൾവ് ആയി. അകത്തെ റെഡിനെസ്, പുകച്ചില്, ബ്ലീഡിങ്, ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ കൊണ്ട് കാലങ്ങളോളം ബുദ്ധിമുട്ടുന്നവരുണ്ട്. അവരുടെ മുഖം കണ്ടു കഴിഞ്ഞാണ്ടല്ലോ ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല, ഇങ്ങനെ വലിഞ്ഞു മുറി. കാരണം അവർക്ക് വേദനയാണത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഇവിടെ ഓരോ വ്രണമുണ്ട്, പഴുത്തിരിക്കുള്ളൂ, അവിടെയാണോ ആ പിന്നെ വേദന അവിടെയാണ്. പക്ഷെ അത് നമുക്ക് പ്രതിഫലിക്കുന്നത് എവിടെയാണ്? ഇവിടെയല്ല, മറിച്ച് എവിടെയാണ്? നമ്മുടെ മുഖത്താണ്. ഇതാണ് നമ്മുടെ മനസ്സിന്റെ കണ്ണാടിയാണ് മുഖം എന്ന് പറയുന്നത്. ഓക്കെ, എവിടെയെങ്കിലും ആരെങ്കിലും ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എവിടെയോ അവർക്ക് വേദനയുണ്ട്. ആ വേദന ഉള്ളതുകൊണ്ടിട്ടാണ് അവർക്ക് ആ ഫേസിനെ നല്ല ബ്യൂട്ടി ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത്. പലരും മറ്റേ ഫേസ് മാസ്കും സ്ക്രബും അതും ഇതൊക്കെ ഇട്ടിട്ടാണ് റെഡിയായി വരുന്നത്. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ വക പ്രശ്നങ്ങളൊക്കെ മാറ്റാം, എന്നേക്കുമായിട്ട് മാറ്റിയെടുക്കാന്നു. IMCയുടെ പൈൽസവേ ക്രീമും പൈൽസവേ ടാബും കൂടെ. അപ്പൊ ഞാനിപ്പോ പറഞ്ഞത് ടാബിനെ കുറിച്ചാണ്. ഇനി ക്രീമിനെ കുറിച്ച് പറയാം. ഒരു ചേരുവയുടെ വ്യത്യാസമുള്ളൂ. എന്താണ്? ഇതിനകത്ത് ഹരിതകിയും കൂടെ അടങ്ങിയിട്ടുണ്ട്. എന്താണ്? കടുക്കയും കൂടെ അടങ്ങിയിട്ടുണ്ട്. തന്നെയല്ല, ഈ പ്രൊഡക്റ്റ്, ഈ ക്രീം നോൺ ബ്ലീഡിങ്, ഇങ്ങനെ ഇത് വരുന്നില്ല, ആർക്ക് ബ്ലഡ് ഒന്നും വരുന്നില്ല, അവർക്കും ഉപയോഗിക്കാം ഇത്. നോർമലി ഞാൻ ഒരു കാര്യം പറയാം, ബീഫ് കഴിച്ചു അല്ലെങ്കിൽ കുറെ കരിമീൻ കഴിച്ചു, പിറ്റേ ദിവസം നിങ്ങൾക്ക് ആ ഭാഗത്ത് ഒരു തടിപ്പൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് ഉണ്ട് അറ്റിസസ് അല്ലെങ്കിൽ പൈൽസിന്റെ ഇന്റേണൽ ആയിട്ട് ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ക്രീം അവിടെ ഉപയോഗിക്കാം. അപ്പൊ ക്രീം ഉപയോഗിച്ചോണ്ടിരുന്ന എന്ത് ഗുണം കിട്ടും? ആ ബ്ലഡ് ബ്ലീഡിങ്ങിലേക്ക് പോവില്ല, അങ്ങോട്ട് വ്യാപിക്കില്ല, ആ ഇൻഫെക്ഷൻ അങ്ങോട്ട് കയറില്ല. അപ്പൊ അടിസ്ഥാനപരമായിട്ട് അറിയേണ്ടത് എന്താണ് പൈൽസ് എന്ന് പറഞ്ഞാൽ? അതോ മലദ്വാരത്തിൽ ഉണ്ടാകുന്ന ഒരു വെരിക്കോസ് വെയിൻ ആണ്. ഇനി നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വന്നു. കോൺസ്റ്റിപ്പേഷൻ വരുമ്പോ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഈ മലം പോകില്ലാതിരിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യും? പതിയെ ഒന്ന് പ്രസ് ചെയ്യും. പ്രസ് ചെയ്യുമ്പോ എന്ത് പറ്റും? ആ പ്രസ് ചെയ്യണതിന്റെ ശക്തി കൊണ്ടിട്ട് അവിടെ ആ ലാർജ് ഇൻഡസ്റ്റൈന്റെ ഉള്ളിലൊക്കെ ഉള്ള ആ വെയിനുകളൊക്കെ പതിയെ പൊട്ടും. അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്? ആ ബ്ലഡ് പുറത്തോട്ട് പോകും. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മള് പൈൽസ് ഉള്ള ആൾക്കാർ, അതുപോലെ തന്നെ നമ്മുടെ പൈൽസ് സംബന്ധമായിട്ട് അവര് ശ്രദ്ധിക്കേണ്ട 2-3 ഇന്റേണൽ ആയിട്ടുള്ള പ്രോഡക്റ്റും കൂടെ ഇതിനെ കുറിച്ച് പറയാം. അത് വിശദീകരിക്കൂല കേട്ടോ, പേര് മാത്രമേ പറയുള്ളൂ. ഒന്ന് വിശദീകരിച്ച് കഴിഞ്ഞു. പ്രോബയോട്ടിക് കഴിഞ്ഞ ദിവസം എടുത്തതാണത്, പ്രോബയോട്ടിക് ടാബ്ലറ്റ്. പിന്നെ പൈൽസിന്റെ ക്രീമും പൈൽസിന്റെ ടാബ്ലറ്റും രാത്രി കിടക്കാൻ നേരത്ത് ബ്ലീഡിങ് ഉള്ളവർക്കാണ് പറയണത് കേട്ടോ. ബ്ലഡ് പോകുന്നവർക്ക് കിടക്കാൻ നേരത്ത് അലോവേരയുടെ ജ്യൂസ് ഒരു 30 ml കഴിച്ചാൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കുന്ന, എഴുതിയെടുക്കണത് തെറ്റിപ്പോകരുത്. ഒന്ന് പ്രോബയോട്ടിക് ടാബ്ലറ്റ്, ഒന്ന് പൈൽസിന്റെ ക്രീം, മൂന്നാമത് പൈൽസിന്റെ ടാബ്ലറ്റ്, നാലാമത്തത് കിടക്കാൻ നേരത്ത് അലോവേരയുടെ 30 ml ജ്യൂസ്. ഇത്രയാണ് ബ്ലീഡിംഗ് ഉള്ളവർക്ക് കഴിക്കേണ്ടത്. ഇനി ബ്ലീഡിംഗ് ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് ഫ്രഷ് മോർണിംഗ് കഴിക്കാം, രാത്രി കിടക്കാൻ നേരത്ത്, രാവിലെയും. കാരണം അവർക്ക് മലബന്ധം വൻകുടലിൽ ഉണ്ട്, പക്ഷെ അവർക്ക് ബ്ലീഡിങ്ങിലേക്ക് പോയിട്ടില്ല. അപ്പൊ പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? രാത്രിയിലും രാവിലെ, അല്ലെങ്കിൽ രാത്രിയിലെങ്കിലും, രാവിലെ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, രാത്രിയിലെങ്കിലും കിടക്കാൻ നേരത്ത് ഒരു ഫ്രഷ് മോർണിംഗ്. അതിനെ കുറിച്ചും വിശദമായിട്ട് വീഡിയോയിൽ പറയും പിന്നീട്.
സാറ് അത് ഇടുമ്പോ നമുക്ക് കേൾക്കാൻ പറ്റും. പിന്നെന്താണ് പ്രോബയോട്ടിക്, അതും എടുത്തിട്ടുണ്ട്. ഇവിടെ എന്താ കഴിക്കേണ്ടാത്തത്? അലോവേരയുടെ ജ്യൂസ് കഴിക്കണ്ട. ഇപ്പൊ ബ്ലീഡിങ് ഇല്ലാത്തവർക്ക് ഫ്രഷ് മോർണിംഗ്, പ്രോബയോട്ടിക്, പൈൽസിന്റെ ക്രീമും പൈൽസിന്റെ ടാബ്ലറ്റും. ഇവര് എന്ത് കഴിക്കണ്ട? ഇവര് അലോവേരയുടെ ജ്യൂസ് കഴിക്കണ്ട. ഞാൻ ഒരിക്കൽ കൂടി പറയാം. ബ്ലീഡിങ് ഉള്ളവർക്ക് പ്രോബയോട്ടിക്, പൈൽസവേ ക്രീം, പൈൽസവേ ടാബ്, രാത്രി കിടക്കാൻ നേരത്ത് അലോവേര ജ്യൂസ്. ഈ ടാബ്ലറ്റുകളൊക്കെ എങ്ങനെയാ കഴിക്കേണ്ടത്? രാവിലെ വൈകിട്ട് വരുന്നത്. പ്രോബയോട്ടിക് ടാബ്ലറ്റ് രാവിലെ വൈകിട്ട് വരുന്നത്, പൈൽസവേ ടാബ്ലറ്റും രാവിലെ വൈകിട്ട് വരുന്നത്. ക്രീം സൗകര്യം ബാത്റൂമിൽ പോകുമ്പോഴാണ്. അത് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടോ അല്ലെങ്കിൽ രാവിലെ വൈകിട്ടോ എപ്പോഴെങ്കിലും കിടക്കാൻ നേരത്ത് ചെയ്യണമെന്ന് ഏറ്റവും നല്ലത്. രാത്രി കിടക്കാൻ നേരത്ത് അത് ഉപയോഗിക്കേണ്ട രീതിയൊക്കെ പറഞ്ഞിരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാൻ പറ്റും. രാത്രി കിടക്കാൻ നേരത്ത് അലോവേരയുടെ ജ്യൂസും കഴിക്കാം. ഇനി ബ്ലീഡിങ് ഇല്ലാത്തവർക്ക് ഫ്രഷ് മോർണിംഗ് രാത്രി കിടക്കാൻ നേരത്ത് ഒരെണ്ണം, പ്രോബയോട്ടിക് രാവിലെ വൈകിട്ടും ഭക്ഷണത്തിന് ശേഷം വരുന്ന ക്രീമും ടാബ്ലറ്റും പതിവ് പോലെ. ഒരു കാര്യം ഉറപ്പാണ്, ഇത് കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ പൈൽസിന്റെ പ്രശ്നങ്ങൾ സോൾവ് ആയിരിക്കും. എനിക്ക് ഇതിന്റെ കൺക്ലൂഷൻ ആയിട്ട് പറയാനുള്ളത്, നമ്മൾ ഇങ്ങനെയുള്ള ഒരു ലെവലിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകരുത് എന്നാണ്. ഈ അസുഖങ്ങൾ എന്നുള്ള ആ ലെവലിലേക്ക് കൊണ്ടുപോകരുത്. ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ ഒരുപക്ഷെ ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യകരമായ ജീവിതത്തിന് ഉതകുന്ന 1, 2, 3 ടിപ്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. നാളെ മുതൽ അത് ജീവിതത്തിലേക്ക്, നമ്മുടെ പ്രവൃത്തിയിലേക്ക്, നമ്മുടെ എല്ലാ രീതിയിലും കുടുംബത്തിനും ഒക്കെ വളരെ ഉപകാരപ്രദമാകുന്ന 1, 2 ടിപ്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. അസുഖങ്ങളൊക്കെ വരാനുള്ള പല കാരണങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മലബന്ധം. രണ്ടാമത്തേത് നമ്മുടെ ഉദരത്തിൽ നിന്നുണ്ടാകുന്ന യൂറിക് ആസിഡ്. ഇതെല്ലാം കൂടി ബ്ലഡിനകത്ത് ധാരാളം അസിഡിറ്റി വരും. പിന്നെ നമ്മുടെ ന്യൂട്രീഷണൽ ഗ്യാപ്പ്, പോഷക ആഹാരത്തിന്റെ കുറവ്, ജീവിതത്തിന്റെ താളം തെറ്റൽ, ഇതൊക്കെയാണ് നമ്മളെ പലരെയും രോഗത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാൻ, ഹൃദയത്തിന്റെ ഭാഷയിൽ പറയൂ, ഒരിക്കലും രോഗത്തെ കുറിച്ച് ചിന്തിക്കരുത്. നിങ്ങൾ ഇന്നും അതിലൊരു പുതിയ ആളായി മാറുന്നു. രോഗത്തെ കുറിച്ച് ചിന്തിക്കരുത്, രോഗത്തെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കരുത്, രോഗത്തെ കുറിച്ച് പറയുകയും ചെയ്യരുത്. 3 വാക്കാണ്. എന്താണ്? രോഗത്തെ കുറിച്ച് ചിന്തിക്കരുത്. ചില ആൾക്കാരുണ്ട്, അവരുടെ ജീവിതം, അവർ രാത്രി കിടന്നുറങ്ങി നേരം വെളുക്കണവരെ അവരുടെ രോഗമാണ്, ക്യാൻസറാണ്, അതാണ് ഇതാണ്. അവര് സദാസമയം അവർ ഉറങ്ങണുണ്ടെങ്കിൽ പോലും അവർ ഉറങ്ങണില്ല. അവരുടെ മനസ്സിന് സദാസമയം രോഗമാണ്. ഞാൻ ഇന്ന് പറയുവാണ്, വളരെ മനോഹരമായൊരു ദിവസമാണ് ഇന്ന്. നാളെ കർക്കിടകം എന്നാണ്. രോഗത്തെ കുറിച്ച് ചിന്തിക്കരുത്, പറയരുത്, പഠിക്കുകയും ചെയ്യരുത്. എന്താ കാരണം? രോഗം 10,000 കണക്കിനുണ്ട്. ഇനിയും വരും ധാരാളം രോഗം. നമ്മൾ ആരെങ്കിലും ഓർത്തിരുന്നാണ് എയ്ഡ്സ് എന്ന് പറഞ്ഞ രോഗം ഉണ്ടാകുന്നു? ലോകം തന്നെ കാർന്നു തിന്നു കളഞ്ഞു, നിശ്ചലമായി. ഇനിയും വരും ഒരുപാട്. പ്രിയപ്പെട്ടവരെ, രോഗത്തിനെ കുറിച്ച് ചിന്തിക്കരുത്, അതിനെക്കുറിച്ച് പറയരുത്, പഠിക്കരുത്, ഒന്നും ചെയ്യരുത്. അപ്പൊ 10,000 കണക്കിനുണ്ട്. അതിന്റെ പുറകെ പോയാൽ അതിന് നേരം കിട്ടുള്ളൂ, നമ്മുടെ ആയുസ് പോക്കണം. പക്ഷെ ആരോഗ്യം എത്രയുണ്ട് പ്രിയപ്പെട്ടവരെ? ഒരെണ്ണം. ആരോഗ്യം ഒന്നേ ഉള്ളൂ. അപ്പൊ ബുദ്ധിമാൻ എന്ത് ചെയ്യും? യുക്തിപൂർവം മുന്നിൽ വരുന്ന സാഹചര്യത്തിനെ അതിജീവിക്കും. വളരെ എളുപ്പമാണത്. ആരോഗ്യത്തെ കുറിച്ച് പഠിച്ചാൽ മതി. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച്
ജീവിതം തന്നെ ഒഴിഞ്ഞു മാറ്റി ഒരുപാട് റിസർച്ച് ചെയ്തു, PhD വരെ എടുത്ത ഒരു ഗുരുവിന്റെ ശിഷ്യന്മാരാണ് നമ്മളെല്ലാവരും. ആരോഗ്യത്തെ കുറിച്ച് പഠിച്ചാൽ മതി. ഇനി രോഗം 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 എന്ന് പറഞ്ഞിരിക്കട്ടെ. അത് രോഗം 10,000-കണക്കിനുണ്ട്. ചിലപ്പോ നമുക്ക് ഒരെണ്ണം ഉണ്ടാവുള്ളൂ. അതിന്റെ കാരണം എന്താണ്? ജീവിതശൈലിയാണ്. ഇതിൽ മാറ്റം വരുത്തിയാൽ മതി. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റില്ല. അത് മാറ്റണമെങ്കിൽ എന്ത് വേണം? വേറൊരാൾ വേണം. ആ വേറൊരാൾ ആരാണ്? ഡോക്ടറാണത്. അപ്പൊ രോഗം വന്നാൽ മാറ്റാൻ ഡോക്ടർ വേണം. പക്ഷേ ആരോഗ്യം ഒന്നേ ഉള്ളു. ആരോഗ്യത്തിന് അത് മാറ്റണമെങ്കിൽ ആരെങ്കിലും ഡോക്ടർ വേണോ? ഇവിടെ സ്വയം മാറ്റാൻ പറ്റില്ലേ? നമ്മുടെ പ്രൊപ്പറേറ്ററി മെഡിസിൻ ആരും വേണ്ട, നമുക്ക് തന്നെ അതങ്ങ് മാറ്റാം. അടിസ്ഥാനപരമായ കാര്യം അറിഞ്ഞിരിക്കണം നമ്മൾ. എന്താണ് അടിസ്ഥാനപരമായ കാര്യങ്ങൾ? നമ്മുടെ ന്യൂട്രീഷണൽ ഗ്യാപ്പ് ഫില്ല് ചെയ്താൽ മതി. ആൽക്കലൈൻ വാട്ടർ, omega-3, പ്രോട്ടീൻ, ഡെയിലി ഡയറ്റ്, ഗോമൂത്ര, അലോവേറ, ഹിമാലയൻ ബെറി, കാൽസ്യം ടാബ്ലറ്റ് ആൻഡ് സ്പൈറലിന. ഡോക്ടർ വരണോ? ആരും വരണ്ട. അപ്പൊ രോഗങ്ങൾ 10,000-കണക്കിനുണ്ട്. ആരോഗ്യം ഒന്നേ ഉള്ളു. ആ ഒന്നിലേക്ക്, ആ ഒന്നാണ് ആര്? ഈശ്വരൻ, പ്രകൃതി, ആയുർവേദം, ധന്വന്തിരിമൂർത്തി, IMC, ബീനോ സാറ്. നിങ്ങൾക്ക് എല്ലാവർക്കും നാളെ ഒരു ദിവസം അതിമനോഹരമായി മാറട്ടെ. നാളത്തെ മുതൽ അങ്ങോട്ടുള്ള ജീവിതം വളരെ സക്സസ്ഫുൾ ആയി മാറട്ടെ. ആരോഗ്യവും സമ്പത്തും വ്യക്തിത്വ വികസനവും പോഷകാഹാര കുറവും നല്ല നല്ല കൂട്ടുകെട്ടും എല്ലാം ലഭിച്ച് ഒരുപാട് കാലം ഈ ഭൂമിയിൽ ജീവിച്ച് 130ഓളം വർഷം ജീവിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കും നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇത് നമ്മൾ ഈ പ്രദേശത്ത് മാത്രം കൊണ്ട് നടന്നാൽ പോരത്. നമ്മൾ ആയുർവേദത്തിന്റെ വക്താക്കളാണ്. നമ്മള് ധന്വന്തിരി മൂർത്തിയുടെ പ്രജകളാണ് നമ്മള്. ഇത് ലോകം മുഴുവൻ എത്തിക്കണം. നമുക്ക് നമ്മളിലൂടെ മാത്രമേ നടക്കുള്ളൂ. അതിനുള്ള ശക്തി, ഓജസ്, വീര്യം, തേജസ് അതെല്ലാം തരാൻ നമ്മുടെ ഗുരുവുണ്ട് നമ്മളോടൊപ്പം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. രോഗങ്ങളെല്ലാം മാറി നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ. നിങ്ങൾ വഴി ധാരാളം പേർക്ക് മനസ്സിന് സമാധാനവും സന്തോഷവും ഉണ്ടാക്കാൻ ഈശ്വരൻ തന്ന വരദാനമാണ്. IMC-യിലൂടെ നമുക്ക് കിട്ടുന്ന ഈ ഉൽപ്പന്നങ്ങള് വളരെ സീക്രട്ടാണ്. ഇതെല്ലാം ഓരോ ചേരുവകൾ കൂടുമ്പോൾ മാരകമായ പല രോഗവും നിങ്ങൾ മുഖത്ത് നോക്കി പറയണം, ഫൈൽസ് ഞാൻ മാറ്റിത്തരാം. നിങ്ങൾ ഡോക്ടർ അല്ലിത്. നിങ്ങൾ IMC-യിലേക്ക് വരൂ. IMC-യിൽ വന്നിട്ട് പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കൂ. ധൈര്യമായിട്ട് പറയാൻ പറ്റും. ആ ആത്മവിശ്വാസം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ഇതിന്റെ വക്താക്കളായി മാറണം. നിങ്ങൾക്ക് എല്ലാവർക്കും സർവ്വവിധ ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ താൽക്കാലികമായി നിർത്തുന്നു. അടുത്ത ബുധനാഴ്ച അടുത്ത പ്രൊഡക്റ്റുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരയ്ക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഗുഡ് IMC.